Vision 2026, creating partnership with the needy. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദു വനസ്സല്ലി അലാ റസൂലിൽ കരീം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എം സാജിദ്, വിഷൻ 2026 ഡയറക്ടറാണ്. ഇന്ന് ഈ സംഭാഷണത്തിൽ എൻ്റെ കൂടെയുള്ളത് ബഹുമാന്യനായ ടി ആരിഫ് അലി സാഹിബാണ്. മറ്റ് ഉത്തരവാദിത്തങ്ങളോടുകൂടി തന്നെ അദ്ദേഹം വിഷൻ 2026 ചെയർമാനാണ്. ആരിഫ് അലി സാഹിബ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷൻ 2026 എന്ന പ്രൊജക്റ്റ് 2006 തുടങ്ങുന്നത്. തുടങ്ങുമ്പോൾ നമ്മൾ 2016 വിഷൻ 2016 എന്ന പേരിൽ തുടങ്ങുകയും പിന്നീട് 10 വർഷം കഴിഞ്ഞപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വിഷൻ 2026 ആക്കുകയാണ് ചെയ്തത്. 2006 ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പദ്ധതിയിലേക്ക് വന്നത്? ഒന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ വളരെ കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സിദ്ദീഖ് ഹസൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഉത്തരേന്ത്യയിലേക്ക് മാറ്റി. അങ്ങനെ വന്നപ്പോൾ ഉത്തരേന്ത്യയിലെ പിന്നാക്ക ജനവിഭാഗങ്ങളെക്കുറിച്ച്, വിശേഷിച്ച് മുസ്ലിം സമുദായത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വലിയ പരിവർത്തനത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് മാറുന്നത് തന്നെ അത്തരം ഒരു സാഹചര്യത്തിലാണ്. അതായത് കേരളത്തിൽ പലതരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ച ആളാണ്. പല പുതിയ പദ്ധതികളും ആരംഭിച്ച ആളാണ്. ഇപ്പോൾ സിജി പോലെ, സാഫി പോലെയുള്ള പദ്ധതികൾ ആരംഭിച്ച ആളാണ്. AICL പോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലീഡർഷിപ്പ് തീരുമാനിക്കുകയാണ് ഈ ഒരു പ്രവർത്തനം ഉത്തരേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൊല്ലം അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങി. അതിനുശേഷമാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വരുന്നത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വരികയും അത് രാജ്യത്ത് ഉടനീളം ചർച്ചയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീരുമാനിക്കുകയാണ് നമുക്ക് കുറച്ചുകൂടി വിപുലമായ ഒരു പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. എന്ന് പറഞ്ഞാൽ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു കമ്മ്യൂണിറ്റിയെയും അള്ളാഹു മാറ്റൂല, സ്വയം മാറ്റാൻ സന്നദ്ധമാകുന്നത് വരെ എന്ന ഒരു കാഴ്ചപ്പാടിൽ കുറച്ച് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഒരുമിച്ച് കൂടിയിരുന്നു. അതിൽ വിദ്യാഭ്യാസ വിചക്ഷണരുണ്ട്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുണ്ട്, മത നേതാക്കന്മാരുണ്ട്, സമുദായ നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് ആലോചിക്കുകയാണ് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. ആ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് വിഷൻ 2026 എന്ന് പറയുന്ന ഒരു പദ്ധതി. തുടക്കത്തിൽ 2016 വർഷത്തേക്ക് വിഷൻ 2016 എന്നൊരു പദ്ധതി രൂപീകരിക്കപ്പെടുന്നത്. ആ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വലിയ ആലോചനകൾ നടന്നിട്ടുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ചേഞ്ച് മേക്കറായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരമ്പരാഗത മത പ്രവർത്തനം നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് പോലെയോ ചെയ്താൽ മതിയാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് വളരെ സ്ട്രക്ചേർഡായിട്ടുള്ള, വളരെ കൃത്യതയോടുകൂടിയ, ട്രാൻസ്പെറൻ്റായ, ഇന്ത്യയിലെ നിയമങ്ങൾ അംഗീകരിക്കുന്ന ഒരു NGOകളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുക എന്നതായിരുന്നു അതിലൂടെ രൂപപ്പെടുത്തിയത്. അപ്പോൾ മനുഷ്യ വളർച്ചയുടെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനെയും ടച്ച് ചെയ്യുന്ന വിവിധ പദ്ധതികളാണ് അന്ന് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു NGO എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ. പിന്നെ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ അന്നത്തെ സ്വഭാവത്തിൽ ഈ വ്യത്യസ്ത ഹ്യൂമൻ ഇൻഡിക്കേറ്റേഴ്സിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യുന്ന രീതിയാണ് ആദ്യം അവലംബിച്ചത്. പിന്നീട് വ്യത്യസ്ത NGOകളായിട്ട് അത് മാറി അവരവരുടെ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മൊത്തത്തിൽ 9 NGOകൾ അങ്ങനെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 9 NGOകളുണ്ട്. അത് അടുത്ത് തന്നെ 10 NGOകളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. 2016 ശേഷം ഒരു റിവ്യൂ നടത്തിയിട്ട് പിന്നെ അത് പുതിയൊരു പ്രൊജക്റ്റായിട്ട് 2026 നീട്ടുകയാണ് ചെയ്തത്. അതെ, 2016 പൂർത്തിയാകുന്ന സമയത്ത് ഒരു 10 കൊല്ലത്തേക്കുള്ള അടുത്ത പരിപാടി
രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ 10 കൊല്ലത്തെ അനുഭവ പരിജ്ഞാനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതാണ് എന്നതിനെക്കുറിച്ചും കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. ഈ കാഴ്ചപ്പാടുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള കൃത്യതയുള്ള 10 വർഷത്തെ പരിപാടി 2026 എന്ന പേരിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പദ്ധതിയിൽ ആരിഫ് അലി സാഹിബിന്റെ ഒരു എൻട്രി എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഏത് കാലം മുതലാണ്? എങ്ങനെയായിരുന്നു അത് ഉണ്ടായത്? അതിനു മുമ്പ് കേരളത്തിലായിരുന്നല്ലോ കൂടുതൽ പ്രവർത്തിച്ചിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സിദ്ദീഖ് ഹസൻ സാഹിബ് വളരെ പവർഫുൾ ലീഡറായിരുന്നു. അദ്ദേഹം വളരെ വലിയ വിഷണറി ആയിരുന്നു. അദ്ദേഹം ഡൽഹിയിലെത്തിയതിന് ശേഷം ഉത്തരേന്ത്യയിൽ നിരവധി പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, വെറും 44 കിലോ മാത്രമുള്ള ഒരു ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഉണർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പവർ പുറപ്പെട്ടത് എന്ന് നമുക്കറിയില്ല. അത്രയും വലിയ വിഷണറിയായ ലീഡറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വിഷൻ 2016 നേതൃത്വത്തിൽ ഏതാണ്ട് 7 വർഷം മാത്രമേ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 7 വർഷത്തിന് ശേഷം അദ്ദേഹം രോഗാവസ്ഥയിൽ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ 2-3 വർഷം കേരളത്തിൽ ജീവിച്ചതിന് ശേഷമാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ഓരോന്നും സൽക്കർമ്മങ്ങളായിട്ട് സ്വീകരിക്കട്ടെ. ഈ ഒരു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീട് എന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന മൗലാന ജലാലുദ്ദീൻ ഉമരി സാഹിബാണ് എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത്. വിളിച്ചിട്ട് എന്നോട് ആദ്യം പറഞ്ഞത്, സിദ്ദീഖ് ഹസൻ സാഹിബ് ഉത്തരേന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും തൽക്കാലം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതാണ് ഏറ്റവും പ്രഥമമായ ചുമതല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിതിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ ഒരു അസാന്നിധ്യത്തിൽ പലപ്പോഴും ഞാൻ ഡൽഹിയിൽ പോകാറുണ്ടായിരുന്നു. വിഷനുമായി ബന്ധപ്പെട്ട വിവിധ NGOകളുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാറുണ്ടായിരുന്നു. അതിൽ പങ്കാളിത്തം വഹിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഔപചാരികമായി തന്നെ ഈ ഉത്തരവാദിത്തം എനിക്ക് വന്നു ചേരുകയാണ് ചെയ്തത്. പിന്നെ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും പിന്നെ മറ്റ് NGOകളുടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ടും ഈ സ്ഥാനത്ത് തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 2026 നമ്മൾ കടന്നു. ഇനിയിപ്പോൾ ഏതാനും മാസങ്ങളാണ് അതിൽ ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ ശേഷം സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റിയിൽ പെട്ടതാണത്. എന്താണ് അതിനുശേഷം, തീർച്ചയായിട്ടും അതിനുവേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിപ്പോൾ നമ്മൾ 2016 ഇങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ 2016 കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ 2016 എന്ന വർഷം നമ്മൾ ഉപയോഗപ്പെടുത്തിയത് 2026 എന്ന പദ്ധതി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് 2026 എന്ന പദ്ധതി രൂപപ്പെടുത്തുമ്പോൾ നമ്മുടെ 10 വർഷത്തെ അനുഭവമാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ 2026 ശേഷം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ 20 വർഷത്തെ അനുഭവങ്ങളുണ്ട്. ഈ 20 വർഷത്തെ അനുഭവങ്ങളെ സാധാരണ അനുഭവങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതിനിടയ്ക്ക് രാജ്യത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിവിധ നിയമങ്ങൾ വന്നതുമൂലമുണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, ഗവൺമെൻറ് ഏജൻസികളുടെ പ്രവർത്തന രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് വിഷൻ 2026 ഭാവി എന്ത്, അതിനെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ആലോചനകൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ ആലോചനകൾ നടത്തുന്ന സമയത്ത് നമ്മുടെ കാഴ്ചക്കാരായ ആളുകൾ അവരുടേതായ അഭിപ്രായങ്ങൾ കൂടി അതിൽ തരും എന്ന് നമുക്ക് വിചാരിക്കുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. 2006 തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥ, അന്നത്തെ റിക്വയർമെൻറ്റുകൾ, അതിൽ നിന്ന് 20 കൊല്ലത്തിന് ശേഷം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ സമൂഹങ്ങൾക്കിടയിലുണ്ടായ അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾക്കിടയിലുണ്ടായ മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ചിട്ടായിരിക്കും ഇനി അടുത്ത ഒന്ന് നമ്മൾ പരിഗണിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അധസ്ഥിത ജനവിഭാഗങ്ങൾക്കും പിന്നാക്ക ജനവിഭാഗങ്ങൾക്കും മുന്നോട്ട് പോകണമെന്ന ഒരു ആഗ്രഹം ജനിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അത് വളരെ പ്രകടമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പ്രകടമാണ്. അതായത് നമ്മൾ ചെല്ലുന്ന സമയങ്ങളിൽ പല ഗ്രാമങ്ങളിലും സ്കൂളിൽ നിന്ന് പുറത്തുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് അവരെയൊക്കെ സ്കൂളിൽ ചേർക്കണം എന്നുള്ള ഒരു ധാരണ രക്ഷിതാക്കൾക്ക് വരികയും
അവർ സ്വയം ബുദ്ധിമുട്ടിയിട്ട് സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള മാറ്റം പല മേഖലയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നാക്കജന വിഭാഗങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന അനൈക്യത്തിൻ്റെയും ഛിദ്രതയുടെയും പരസ്പര വിശ്വാസമില്ലായ്മയുടെയും അവസ്ഥകൾ ഏതാണ്ട് അവസാനിച്ചിട്ട് നമ്മൾ ഒന്നു ചേർന്ന് നിന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളർന്നിട്ടുണ്ട്. അത് 20 വർഷത്തിന് ശേഷം രാജ്യത്തുണ്ടായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ വൈഡർ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് ആയിരിക്കുമല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, പ്രത്യേകിച്ച് കേരളത്തിനകത്തും അതുപോലെ കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇതുമായിട്ട് നമ്മൾ ബെനിഫിഷ്യറീസിൻ്റെ അടുത്തേക്ക് പോകും. അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. അതുപോലെ ഇതുവരെ നമ്മുടെ ഈ പ്രോജക്റ്റിൽ പങ്കാളികളായിട്ടുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത രൂപത്തിൽ പങ്കാളികളായിട്ടുള്ള. ഒന്നാമത് ധാരാളം ഡോണേഴ്സ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരെങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അടുത്ത് എന്ത് പരിവർത്തനം വരുത്തണമെന്നാണ് തോന്നുന്നത്, അവരിലേക്ക് നമ്മൾ പോകേണ്ടതായി വരും. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ എൻജിനീയേഴ്സ് ഉണ്ട്, അക്കാദമിക് മേഖലയിലുള്ള ആളുകളുണ്ട്, അവരിലേക്ക് നമ്മൾ ചെല്ലേണ്ടി വരും. അങ്ങനെ എല്ലാവരോടും ആലോചിച്ച് കൂടിയാലോചിച്ചതിന് ശേഷം ഒരു പദ്ധതി ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ പാകപ്പെടുത്തുകയാണ് ചെയ്യുക. വിഷൻ 2026 കീഴിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു 9 NGO-കളാണ്, ഒരുപക്ഷെ വൈകാതെ 10ലേക്ക് എത്തും. അപ്പോൾ ഈ വിവിധ NGO-കൾ ഇങ്ങനെ വേറിട്ട് ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഏറ്റവും വലിയ NGO അല്ലെങ്കിൽ ഒരു മദർ NGO എന്ന രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പോൾ നേരത്തെ ഫൗണ്ടേഷൻ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ വിവിധ NGO-കളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫൗണ്ടേഷൻ യഥാർത്ഥത്തിൽ 5 മേഖലകളാണല്ലോ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അതിലൊന്ന് വിദ്യാഭ്യാസം, രണ്ടാമത്തത് ആരോഗ്യം, മൂന്നാമത്തത് അനാഥ സംരക്ഷണം, പിന്നെ നാലാമത്തത് തൊഴിൽ പരിശീലനം, അഞ്ചാമത്തത് ഗവൺമെൻറ് സ്കീം ഫെസിലിറ്റേഷൻ, നമ്മുടെ നാഗരിക് വികാസ് കേന്ദ്ര എന്ന് പറയുന്നത്. ഈ 5 മേഖലകളിലാണ് ഇപ്പോൾ ഫൗണ്ടേഷൻ ഊന്നി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസത്തിൽ തന്നെ വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നടത്തുന്ന ക്യാമ്പസുകളാണ്. തുടക്കത്തിൽ നമ്മളങ്ങനെ ക്യാമ്പസുകൾ നടത്തിയിരുന്നില്ല, പിന്നീടാണ് നമ്മൾ സ്വന്തമായ ക്യാമ്പസുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ഇപ്പോൾ ശരിക്കും അതൊരു വലിയ ശൃംഖലയും അത് നമ്മളെ വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് മാറിയിട്ടുണ്ട്. 8 ക്യാമ്പസുകൾ നമ്മൾ 6 സ്റ്റേറ്റുകളിൽ നടത്തുന്നുണ്ട്. അതിൽ പിന്നെ എടുത്തു പറയാവുന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വളരെ പ്രഷറുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അല്ലേ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ക്യാമ്പസ് മേവാത്തിലുള്ള ക്യാമ്പസ് തന്നെയാണ്, ഹരിയാനയിലെ. ഈ മേവാത്ത് എന്ന് പറയുന്ന പ്രദേശം തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രദേശമാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണത്. നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ 101 ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകൾ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ഡിസ്ട്രിക്ട് ജില്ലയാണ്. അത് അങ്ങനെ വരുന്നു എന്നത് എന്തുകൊണ്ട് എന്ന് വേറെ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല അവിടെ. എന്ന് പറഞ്ഞാൽ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് അത്യാവശ്യം ഭൂസ്വത്തുണ്ട്, അവർ കൃഷി ചെയ്യുന്നുണ്ട്, സ്ത്രീകളടക്കം കർഷക തൊഴിലിൽ ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ പുരുഷന്മാർ ധാരാളമായി ട്രക്ക് ഓടിച്ചുകൊണ്ടുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. വിദ്യാഭ്യാസമല്ലാത്ത മേഖലകളിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്ന് നമുക്ക് തോന്നാൻ കഴിയില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ വേറെയുണ്ട്. അതല്ലാതെ സാമ്പത്തികമായ മേഖലയിൽ അത്ര മോശമുള്ള ഒരു പ്രദേശമല്ല അത്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ മോശമായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെയാണ് വിദ്യാഭ്യാസം കുറവുള്ളത് കൊണ്ടുള്ള അവയർനെസ് കുറവുകൊണ്ടുണ്ടാവുന്ന എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് വലിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മൊത്തം രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും ആളുകളുടെ പ്രകൃതത്തിൽ നല്ല ആരോഗ്യമുള്ളവരാണ്, നല്ല ആരോഗ്യമുള്ള ആചാരബാഹുക്കളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ ഒരു സിദ്ദീഖ് ഹസൻ സാഹിബ് ജീവിച്ചിരിക്കുന്ന കാലത്താണ് അവിടെ പിന്നെ നമ്മുടെ ഒരു അബൂബക്കർ സാഹിബ് ഒരു സ്ഥലം വാങ്ങിയിട്ട് നമുക്ക് വേണ്ടി അത് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ അന്തരീക്ഷം നമ്മൾ പഠിക്കുകയായിരുന്നു. എന്ത് 24 ഏക്കർ ഭൂമിയാണ്, 24 ഏക്കർ ഭൂമിയാണ്. അവിടെ നമ്മൾ അന്തരീക്ഷം പഠിക്കുകയായിരുന്നു ഇതിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മളവിടെ ചെല്ലുന്നത് ഒരു അൽജാമിയയുടെ ഒരു മേവാത്ത് ക്യാമ്പസ് എന്നുള്ള നിലക്കാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയ സമയത്ത് തന്നെ ആളുകൾ ഭയങ്കരമായ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് വരാൻ പോകുന്നത്, വല്ല അഹമ്മദിയാക്കളും വരികയാണോ, ഇവിടെ ഫിത്ന ഉണ്ടാക്കാൻ വരികയാണോ എന്നുള്ള ഒരു തോന്നൽ ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനം ആരംഭിച്ചത് കേവലമായ വിദ്യാഭ്യാസ പ്രവർത്തനം മാത്രമല്ല, അവരുടെ കുടിവെള്ളത്തിൽ നമ്മൾ ഇടപെട്ടു, അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ഇടപെട്ടു, അവരെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് ചേർത്തു. അതോടുകൂടി എന്ത് സംഭവിച്ചു? 10 ഗ്രാമങ്ങൾ നമ്മൾ നമ്മൾ ദത്തെടുത്തു.
അവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വളരെ വലിയ പ്രശ്നമായിരുന്നു. അവിടെയും അവയർനെസ്സിൻ്റെ അതെ. കുഴപ്പമുണ്ടാണ്. അതെ. എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വെള്ളം അവരുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, അതിലുള്ള ചില എലമെന്റുകൾ. ചില എലമെൻറ്റുകൾ. അപ്പോൾ നമ്മൾ അവർക്ക് 20 ലിറ്റർ വീതം എല്ലാ വീട്ടിലും കുടിവെള്ളം വിധേയങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളൊരു ആറോ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് അവിടുന്ന് വിതരണം അവിടുന്ന് ചെയ്യുന്നത്. ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് എന്നിട്ട് വീണ്ടും അതിനെ ശുദ്ധീകരിച്ചിട്ടാണ് നമ്മളവിടെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി അവയർനെസ് വന്നു, അവിടെ രോഗങ്ങളിൽ മാറ്റങ്ങളുണ്ടായി, അവരുടെ ജീവിത ശൈലികളിൽ മാറ്റങ്ങളുണ്ടായി. ഇതോടുകൂടി അവർ മനസ്സിലായി ഇവർ നമ്മുടെ ഗുണകാംക്ഷികളാണ്, നമ്മളെ നന്നാക്കാൻ വേണ്ടി വന്നവരാണ്, നമുക്ക് ഫിത്തനുണ്ടാക്കാൻ വേണ്ടി വന്നവരെല്ലാം അവർ മനസ്സിലാക്കുകയാണ്. പിന്നെ നമുക്കിപ്പോൾ അടുത്ത കാലത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ പരിസര പ്രദേശത്ത് ചെറിയ ചെറിയ സ്കൂളുകൾ നടത്തുന്ന, പ്രൈവറ്റ് സ്കൂളുകൾ നടത്തുന്ന ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരിക, വരികയാണ്. അതെ. നിങ്ങളൊരു മാതൃകാ സ്ഥാപനം ഇവിടെ നടത്തുന്നു, ഇതിൻ്റെ ഫലം ഞങ്ങൾക്ക് കൂടി കിട്ടേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി നിങ്ങൾ കൂടെ കൂട്ടണം, ട്രെയിനിങ് തരണം എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കൂടെ വരികയാണ്. അങ്ങനെ നമ്മളിപ്പോൾ 2-3 വട്ടം അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്തു. മാനേജ്മെൻറ്റിനുള്ള ട്രെയിനിങ്, അതുപോലെ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്, പിന്നെ അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വർഷത്തെ പദ്ധതി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ മേവാത്ത് ക്യാമ്പസ് എന്നത് മേവാത്ത് ക്യാമ്പസിന് അകത്തെ ഒരു പ്രവർത്തനം മാത്രമല്ല, ആ മേവാത്ത് മേഖലയെ മൊത്തം ഒരു ട്രാൻസ്ഫോർമേഷൻ ഹബ്ബായിട്ട് നമ്മുടെ ക്യാമ്പസ് മാറുന്നു എന്നുള്ളതാണ്. ഈ ക്യാമ്പസിൽ ഇപ്പോൾ അൽജാമിയ ഓഫ് ക്യാമ്പസ് ആരംഭിച്ചു. ആ ക്യാമ്പസിൽ നമുക്കിപ്പോൾ 3 സ്ഥാപനങ്ങളാണുള്ളത്. അതെ. ഒന്ന് അൽജാമിയ ഓഫ് ക്യാമ്പസിന്റെ കീഴിൽ ഒരു ഹയർ സെക്കൻഡറി സ്ഥാപനമുണ്ട്, ഇസ്ലാമിക സബ്ജക്റ്റുകൾ കൂടി ചേർന്നിട്ടുള്ള. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് UG കോളേജ് ആരംഭിച്ചു. അതോടൊപ്പം അവിടെ ഒരു ചിരാഗ് മിഡിൽ സ്കൂളുണ്ട്, ഹിന്ദി മീഡിയത്തിൽ നമ്മൾ ആരംഭിച്ചു. അതിപ്പോൾ ഒരു 7ാം ക്ലാസ് വരെ ഉണ്ട്. അതിന് കഴിഞ്ഞ വർഷം ഹരിയാന സർക്കാരിൻ്റെ അംഗീകാരം കിട്ടുകയും ചെയ്തു. അപ്പം ഇങ്ങനെ 3 സ്ഥാപനങ്ങളുള്ള, അതുപോലെ ഹോസ്റ്റൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റലുണ്ട്. ഈ ഒരു സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് ഈ അൽജാമിയ ഓഫ് ക്യാമ്പസിലെ കഴിഞ്ഞ 6-7 വർഷത്തെ കുട്ടികൾ, പുറത്തിറങ്ങിയ കുട്ടികളൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല അവസ്ഥയിലാണ്. അവർ മിക്ക ആളുകളും പിന്നെ രാജ്യത്തിലെ തന്നെ വിവിധ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് പുസ്തകങ്ങൾ രചിച്ചു കഴിഞ്ഞ ആളുകളുണ്ട്. ശാന്തപുരം അൽജാമിയയിൽ വന്നിട്ട് പിന്നെ ഉപരിപഠനം നടത്തിയവരുണ്ട്. അപ്പം അവരുടെ ഒരു അനുഭവം അത് ശരിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കൂടി പിന്നെ ഒരു കാരണമായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ പോയപ്പോൾ, ജുബൈലിൽ പോയപ്പോൾ, നമ്മുടെ വിഷനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഒരാൾ വളരെ ആവേശപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കുകയും വർത്തമാനങ്ങൾ പറയുകയും ചെയ്തു. പിന്നെ ഭക്ഷണത്തിൻ്റെ സമയത്ത് അയാൾ വന്ന് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞാൻ സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ച ഒരാളാണ്. വിഷന്റെ സ്കോളർഷിപ്പ്, ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ച ഒരാളാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോൾ എഞ്ചിനീയർ ആണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലം അവിടെ നമ്മൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ച കുട്ടികൾ പല ആളുകളും അതിൽ നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നമ്മുടെ ക്യാമ്പസിന്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അന്ന് ഈ ട്രാൻസ്ഫോർമേഷന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. വിഷൻ അക്കാഡമിക് സിറ്റിയുടെ ഉദ്ഘാടനം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു മാനിഫെസ്റ്റേഷൻ. അതിൽ ഒരു മേവാത്തിയായ ഒരു പെൺകുട്ടി, അത് മനസ്സിലാക്കേണ്ടത് മേവാത്തിലെ പല ഗ്രാമങ്ങളിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തീരെയില്ല. ലിറ്ററസി റേറ്റ് പെൺകുട്ടികളിൽ 2% മാത്രമുള്ളതുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മളുടെ ഗ്രാമങ്ങളിൽ, നമ്മളെ 10 ഗ്രാമങ്ങളിൽ പിന്നെ അഡൽട്ട് ലിറ്ററസി സെന്ററുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതെ. അപ്പോൾ ഞാനവിടെ ഒരിക്കൽ പോയ സമയത്ത് ആ അഡൽട്ട് ലിറ്ററസി സെന്ററുകളിലൊക്കെയും സ്ത്രീകളാണ്. ആ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ സാക്ഷരതാ ക്ലാസ്സിൽ സ്ത്രീകൾ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക വളരെ പ്രായമുള്ള സ്ത്രീകളാണെന്നുള്ളതാണ്. അതേസമയം അവിടെ ഉള്ളത് 20കളിലുള്ള സ്ത്രീകളാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ 20 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മില്ലേനിയൽസ് അല്ലെങ്കിൽ പിന്നെ ജെൻസി എന്നൊക്കെ പറയുന്ന പ്രായത്തിലുള്ള പെൺകുട്ടികൾ, എഴുത്തും വായനയും അറിയാത്ത കുട്ടികൾ നമ്മളുടെ സാക്ഷരതാ ക്ലാസ്സിൽ ഇരുന്നിട്ട് പഠിക്കുന്ന അവസ്ഥ ഇപ്പോഴും മേവാത്തിലുണ്ട്. അവിടെയാണ് ഒരു കുട്ടി വന്നിട്ട് ആങ്കറിങ് ചെയ്യാണ്. നമ്മളെ ഗൾഫാർ മുഹമ്മദ് സാഹിബ് ആവേശം കൊണ്ടിട്ട് അപ്പൊ തന്നെ ഒരു സമ്മാനം അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഹബ്ബായി തീരുന്നു എന്നത് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നുള്ളത്. മേവാത്തിന് പുറമെ പിന്നെ നമുക്ക് 7 ക്യാമ്പസുകൾ കൂടിയുണ്ട്. പിന്നെ ഒരു ക്യാമ്പസ്, ഒരു 10-12 ഏക്കറിലുള്ള ഒരു ക്യാമ്പസാണ് മാൽഡയിലെ ക്യാമ്പസ്. മാൽഡയും ഇതുപോലെ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു ഏരിയയാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് നമ്മൾ ഒരു ക്യാമ്പസ് തുടങ്ങിയിട്ടുള്ളത്. അവിടെ സ്കൂളുണ്ട്, അതുപോലെ തന്നെ അൽജാമിയ ഓഫ് ക്യാമ്പസും ഉണ്ട്, അതുപോലെ സ്കോളർ സ്കൂളും ആരംഭിച്ചു. ഈ അൽജാമിയ ഓഫ് ക്യാമ്പസുകൾ തുടങ്ങുന്നതിന് തന്നെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചർ ലീഡേഴ്സിനെ നമുക്ക് കിട്ടണം, തയ്യാറാക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോജക്റ്റിൻ്റെ 2-3 തലങ്ങളുണ്ട്. ഒരു തലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ
സ്കൂളിൽ നിന്ന് പുറത്തുള്ള കുട്ടികളെ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരിക. എത്തിക്കുക അതെ, അതെ, എന്നതാണ് അതെ. നമ്മുടെ അതെ. ഒരു സംഗതി. ഉം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകളും മറ്റുമൊക്കെ നമ്മൾ സ്കൂൾ എൻറോൾമെന്റ് പ്രോജക്ട്, നമ്മൾ സ്കൂൾ കിറ്റ് വിതരണം ഒക്കെ അതൊക്കെ അതെ. കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുക എത്തിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രാഥമികമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. പല ആളുകളും ചോദിക്കും ഇപ്പോഴും ഈ പ്രവർത്തനം നടത്തേണ്ടതുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ തന്നെ ലീഡർഷിപ്പുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പം അതെ. നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കണം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ടോ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെയും സബർബൻ ഏരിയകളിലൂടെയും സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. സിറ്റികളിലെ സ്ലം ഏരിയകളിൽ ആ സിറ്റികളിലെ CLC-കൾ നമ്മളെ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ ഒക്കെയും ഈ പറഞ്ഞ സിറ്റികളുടെ സ്ലം ഏരിയയിൽ ആണുള്ളത്. 8 സെന്ററുകൾ ഇപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ട്. അതെ, അപ്പൊ അവിടെ ഈ സാന്നിധ്യം ഈ തീർച്ചയായും സാന്നിധ്യമുണ്ട്. ആവശ്യമുണ്ട്. അത് ഒരു അതെ, തലമാണ് അതെ, വിദ്യാഭ്യാസത്തിന്. അതെ, അതെ. വിദ്യാഭ്യാസത്തിന്റെ രണ്ടാമത്തെ തലം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം ആളുകൾക്ക് കൊടുക്കുക, എന്നിട്ട് അവരെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സ്കോളർ സ്കൂളുകൾ എന്ന് പറയുന്ന ഒരു ഒരു ശൃംഖല. പ്രോജക്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്കോളർ സ്കൂള് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ മേവാത്തിലുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാൾഡയിലും അതുപോലുള്ള ഒരു അതെ. ക്യാമ്പസ് നമ്മൾ സെറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതെ. അതിൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൽ തൽപരരായ ആളുകളെ, ഉം. നേരത്തെ തൽപരരായവരും ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് ഫീസ് വാങ്ങിയിട്ട് ഒരു ക്വാളിറ്റി മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കോളർ സ്കൂൾ ഇതിന്റെ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഒരു തലമാണ്. മൂന്നാമത്തെ തലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരേന്ത്യയിൽ ആവശ്യമായിട്ടുള്ളത് ലീഡേഴ്സിനെയാണ്. സോഷ്യൽ ചേഞ്ചിൻ്റെ ഏജന്റുമാരായി മാറാൻ പറ്റുന്ന ലീഡേഴ്സ്. ഈ ലീഡേഴ്സിനെ സൃഷ്ടിക്കുക എന്ന ഒരു സ്വഭാവത്തിലാണ് നമുക്ക് അൽജാമിയയുടെ ക്യാമ്പസുകൾ ആവശ്യമായി വരുന്നത്. അപ്പോൾ ഹിന്ദി അല്ലെങ്കിൽ ഉറുദു മീഡിയത്തിൽ അറബി പഠിക്കുകയും എന്നിട്ട് പിന്നെ ഇംഗ്ലീഷും അതുപോലെ ആധുനിക വിജ്ഞാനങ്ങളും പഠിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിറ്റി ലീഡേഴ്സ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ബംഗള ഭാഷ സംസാരിക്കുകയും ബംഗള തലത്തിൽ എന്ന് പറഞ്ഞാൽ ബംഗാളി മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു മുസ്ലിം കൾച്ചറുള്ള പാരമ്പര്യമുള്ള ജനസംഖ്യയുള്ള ഒരു അതെ, കമ്മ്യൂണിറ്റിയാണ്. അതെ. ആ കമ്മ്യൂണിറ്റിക്കിടക്കും ശരിക്ക് പിന്നെ രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സമൂഹ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കോളർ സ്കൂൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ മാൾഡ ക്യാമ്പസിലും നമ്മൾ ജാമയുടെ ക്യാമ്പസ് ഉണ്ട്, അതോടൊപ്പം തന്നെ സ്കോളർ സ്കൂളും നമ്മുടെ പദ്ധതി ഉള്ളുണ്ട്, ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് നേരത്തെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂള് നമ്മൾ ദത്തെടുത്തതാണ് ഒരു മില്ലേനിയം സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അത് ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ. ഹസാരിബാഗിൽ അത് CBSE അഫിലിയേഷനുള്ള സ്കൂളാണ്. അവിടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഹോസ്റ്റലും നടത്തുന്നുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള ഹോസ്റ്റൽ. ധാഡ്ഗാവിൽ തന്നെ നമുക്ക് ഈ ജാർഖണ്ഡിൽ തന്നെ മറ്റൊരു ക്യാമ്പസ് ഉണ്ട്, റഡ്ഗാവില്. റാഡ്ഗാവ്. അതെ. അവിടെ ഒരു ക്യാമ്പസ് ഉണ്ട്. അതെ. അവിടെയും സ്കൂള് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, ഓർഫനേജും ആരംഭിച്ചു. ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജാർഖണ്ഡിൽ 2 ക്യാമ്പസ് ഉണ്ട് നമുക്ക്. അതുപോലെ വെസ്റ്റ് ബംഗാളിൽ 2 എണ്ണം. മാൽദയ്ക്ക് പുറമെ പിന്നെ നമുക്ക് ഹൗറയിലും ഒരു ക്യാമ്പസ് ഉണ്ട്. ഹൗറയിലെ റബീബാഗ് എന്ന് പറയുന്ന റബീബാഗ് ഒരു സ്ഥലത്ത് അതെ. അതും വളരെ നല്ല രസകരമായ ഒരു ക്യാമ്പസാണത്. അതും പിന്നാക്ക ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് നമ്മുടെ ആ ക്യാമ്പസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ദർബംഗയിൽ ക്യാമ്പസ്, ബീഹാറിലെ ദർബംഗയിൽ. ദർബംഗയിൽ ക്യാമ്പസ്. നേരത്തെ ദർസ്ഗാഹ ഇസ്ലാമി, ഉം. വളരെ പഴയ ഉം. ചരിത്രപരമായ ദർസ്ഗാഹ ഇസ്ലാമി പ്രവർത്തിച്ചിരുന്ന ആ ക്യാമ്പസ് ഇപ്പോൾ സ്കോളർ സ്കൂളായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. അതുപോലെ തന്നെ ഭാവിയിൽ നമ്മുടെ ഒരു ക്യാമ്പസ് വരാൻ പോകുന്നുണ്ട്. അതേതാണെന്ന് വെച്ചാൽ അത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പ്രവർത്തിച്ച ഒരാളായിരുന്നു അഫ്സൽ ഹുസൈൻ സാഹിബ്. അഫ്സൽ ഹുസൈൻ സാഹിബിൻ്റെ ഒരു ഭൂമി ഉണ്ടായിരുന്നു. അത് മക്കൾക്ക് വീതം വെച്ചു കിട്ടി. അപ്പോൾ അതിലുള്ള ഒരാൾ അത് ഏതെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വെക്കണമെന്ന് തീരുമാനിച്ചു, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്. അദ്ദേഹം വർഷങ്ങളായിട്ട് അതിന് പറ്റുന്ന ഏജൻസി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആരെ ഏൽപ്പിച്ചാലാണ് ഇത് ഭംഗിയായിട്ട് നടത്താൻ പറ്റുക. അങ്ങനെ 3 ഏക്കറിലധികം വരുന്ന ഒരു ഭൂമി യു പിയിൽ നമുക്ക് തന്നു. സന്ത് കബീർ നഗറിൽ ഖലീലാബാദ് എന്ന് പറയുന്ന പ്രദേശത്ത്. അത് നമുക്ക് ഒരു സന്തോഷം തോന്നുന്ന ഒരു സംഗതിയാണ്. ഒരു കാലത്ത് വലിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞുപോയൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഡൽഹി സ്കോളർ സ്കൂളിലെ ഒരു ബിൽഡിങ്ങിന് അദ്ദേഹത്തിൻ്റെ നാമമുണ്ട്, അഫ്സൽ ഹുസൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഭൂമി ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ സന്ദർഭത്തിൽ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് അന്ന് ഷെയർ ചെയ്തൊരു സാധനം എനിക്ക് തോന്നുന്നത് ഈ സന്ദർഭത്തിൽ ആളുകളോട് പങ്കുവെക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അഫ്സൽ ഹുസൈൻ സാഹിബ് ദീർഘകാലം ജമാഅത്തിൻ്റെ കയ്യുമായിരുന്നു. അതിനു മുമ്പ് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ഖമർ അഫ്സൽ സാഹിബ് അദ്ദേഹം പറഞ്ഞു ഈ ഭൂമി
അബ്ബ ഉള്ള കാലത്ത് ഞങ്ങളൊക്കെ കുട്ടികളായ കാലത്ത് അത്യാവശ്യം ദാരിദ്ര്യവും പ്രയാസങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്ന സമയത്ത് അബ്ബയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയായിരുന്നു. ഉം. അപ്പം അന്ന് തന്നെ പിതാവ് പറഞ്ഞിരുന്നത് ഈ ഭൂമിയിൽ നിന്നുള്ള വരുമാനം നമ്മൾ കുടുങ്ങിയാൽ മാത്രമേ നമ്മൾ പിന്നെ എന്ത് ചെയ്യാവൂ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവൂ. അതല്ലെങ്കിൽ അത് പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധാർമ്മികമായ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരിക്കലും അതിൽ നിന്നുള്ള വരുമാനം ഞങ്ങൾ എടുക്കാറുണ്ടായിരുന്നില്ല. 1-2 തവണ സ്കൂളിൽ പോകാൻ ബസ്സിന് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോൾ ഉമ്മ അതിൽ നിന്നുള്ള വരുമാനം എടുത്തിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ അതിൻ്റെ പണം നമ്മളുടെ ജീവിതത്തിന് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇത് നമ്മളുടെ നിയത്തിലുള്ളതാണ്, നമ്മളുടെ ഉദ്ദേശത്തിലുള്ളതാണ് ഈ ഭൂമി ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് നൽകണമെന്നുള്ളത്. വളരെ വൈകാരികമായിട്ട് പിന്നെ ആണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ട് നമുക്ക് അന്ന് അത് രജിസ്റ്റർ ചെയ്ത് തന്നത്. ഇപ്പോൾ അവിടെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും ആ ക്യാമ്പസ് നമ്മൾ വളർത്തിയെടുത്താൽ അത് നമുക്ക് നല്ല അഭിമാനകരമായിട്ടൊരു പ്രൊജക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുക. മാത്രമല്ല അതിനെ അഫ്സൽ ഹുസൈൻ സാഹിബിനെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തെ രൂപീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളുകൾ, അവരുടെ സഹായവും നമുക്കുണ്ടാവുന്ന നമ്മൾ വിചാരിക്കുന്നത്. നമ്മളവിടെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്ലാനിലുള്ളത് ഒരു നല്ല റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുക. ആ പ്രദേശത്തെ മാത്രമല്ല, മൊത്തം UP സംസ്ഥാനത്തെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് UPയിൽ ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള പിന്നെ മൂല്യബോധമുള്ള രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് പറ്റുന്ന ക്വാളിറ്റിയുള്ള റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പുറത്ത് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനെ അഡ്രസ്സ് ചെയ്യണം എന്നാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ വലിയ ഫലം ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് പുറമെ പിന്നെ നമുക്കുള്ളത് ആസാമിൽ ഗുവാഹട്ടിയിൽ നമുക്ക് ഒരു സ്കോളർ സ്കൂളുണ്ട്. അതും 12ാം ക്ലാസ് വരെ ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടി CBSE അഫിലിയേഷൻ ഉള്ളതാണ്. ഈ ആസാമിലെ ഗുവാഹട്ടിയിലെ സ്കൂളുണ്ടല്ലോ, അത് പേര് സ്കോളർ സ്കൂൾ തന്നെയാണ് അതിൻ്റെ പേര്. അത് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ കൊക്രാജാറിൽ കലാപം നടത്തിയ ഒരു സമയമായിരുന്നു. അവിടുന്ന് 10-100 കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ്. അതായത് കലാപത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് പോയിട്ടുള്ള കുട്ടികളാണ്. അവിടെ സന്ദർശിക്കാൻ ചെന്ന സമയത്ത് ആളുകൾ പറയാണ്, നിങ്ങൾ ഈ കുട്ടികളെ എന്തെങ്കിലും ഒന്ന് ചെയ്യും, ഞങ്ങൾക്ക് ഇവരെ നോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സിദ്ദീഖ് ഹസൻ സാഹിദ് തന്നെ പറയാണ്, അവരെങ്ങോട്ട് തരൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടികളൊക്കെ ഒന്ന് എന്താണ് അത്, അവരൊക്കെ വളരെ വലിയ പൊസിഷനിലെത്തി. എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. മാത്രമല്ല അവർ ആ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഈ നടത്തുന്നതിൻ്റെ ഫലം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ആ സന്തോഷം ഈ കാര്യത്തിലുണ്ട്. മണിപ്പൂർ കലാപത്തിലെ പിന്നെ ഇരയാക്കപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളും കഴിഞ്ഞ വർഷവും ഒക്കെ നമ്മളവിടെ ഉണ്ടായിരുന്നു. ഗുവാഹട്ടി സ്കൂളിൽ ഉണ്ടായിരുന്നു. അവർ പിന്നീട് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ആ ഒരു പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് അവർ അവിടെ ഉണ്ടായിരുന്നു. മണിപ്പൂരിൽ നിന്ന് കുട്ടികൾ ഇപ്പോഴും ഫീസ് കൊടുത്ത് വരുന്ന ആളുകൾ അവിടെ വരുന്നുണ്ട്. അവിടുത്തെ പിന്നെ ഗുവാഹട്ടിയിലെ ആനുവൽ ഡേയിലൊക്കെ പോയാൽ വളരെ രസകരമാണ്. കാരണം വെച്ചാൽ നമ്മളെ ഉത്തരേന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലെ 7 സിസ്റ്റേഴ്സിൻ്റെ കൾച്ചർ കാണിക്കുന്ന രീതിയിലുള്ള വളരെ സാധാരണ ഇതിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള കലാപ്രകടനങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. വളരെ രസകരമാണത്. ഞാനൊരിക്കലും അവിടെ ഒരു പരിപാടിക്ക് പോയ സമയത്ത് സ്വീകരിക്കാൻ വേണ്ടി കുട്ടികൾ നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഈസ്റ്റിലെ ട്രൈബൽസിന്റെ വേഷത്തിലാണ് അവർ, ഓരോ സംസ്ഥാനത്തിന്റെ വേഷത്തിലാണ് അവർ. മേഘാലയ, മിസോറാം, അരുണാചൽ, ഇങ്ങനെ ഏതാണ്ട് ആ കൾച്ചറുള്ള ആളുകളൊക്കെ ഈ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ സന്തോഷം, ഭയങ്കര മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെന്നാൽ നമ്മൾ വിഭാവന ചെയ്യുന്ന ഒരു പ്ലൂറലിസത്തിന്റെ സാധ്യതകൾ കൂടി നമുക്ക് അതിൽ കാണാം. വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ, ആ കുട്ടികളാണെങ്കിൽ അവിടെ അത്യാവശ്യം വലിയ കൃഷിയും ചെയ്യുന്നുണ്ട്. ആ ചെറിയ ക്യാമ്പസിൽ കൃഷി ചെയ്തിട്ട് അവരുടെ പിന്നെ ആ സാധനങ്ങൾ തന്നെ അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് ഡൽഹിയിലെ ഒരു ക്യാമ്പസാണ് സ്കോളർ സ്കൂൾ. അത് ഒരുപക്ഷെ നമ്മളുടെ ക്യാമ്പസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കുട്ടികളുടെ എണ്ണം കൊണ്ടും ക്വാളിറ്റിയിലൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്നൊരു സ്ഥാപനം പിന്നീട് സിദ്ദീഖ് സാഹിബ് ഏറ്റെടുക്കുകയും അതിനെ അടിമുടി മാറ്റുകയും ചെയ്ത ഒന്നാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അതും വളരെ നല്ല അനുഭവമാണ്. ഇപ്പോൾ സിദ്ദീഖ് ഹസൻ സാഹിബ് ആ സ്ഥാപനത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ആകണമെന്നായിരുന്നു അദ്ദേഹം എൻവിഷൻ ചെയ്തിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് അതിനുശേഷം വന്നവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങും ഇപ്പോൾ അവിടെ ഇല്ല. നേരത്തെ നടത്തിയിരുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്ത ബിൽഡിങ്ങുകളിലായിരുന്നു ഇത് തുടങ്ങിയിരുന്നത്. ആ ബിൽഡിങ്ങുകളൊക്കെ പോയിട്ട് ഇപ്പോൾ പുതിയ ബിൽഡിങ്ങുകൾ വന്നു. CBSE നോംസ് അനുസരിച്ചുള്ള ബിൽഡിങ്ങുകൾ വന്നു. CBSE അഫിലിയേഷനുള്ള യാതൊരു പ്രയാസവും ഇല്ലാത്ത തരത്തിൽ അതിൻ്റെ സ്ട്രക്ചറുകൾ തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അത് ഈ ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ്. പല ആളുകളും ബിൽഡിങ്ങുകളായിട്ട് തന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ പടച്ചോൻ തന്നെ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ നിവൃത്തിയുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ അംഗീകാരം അടുത്ത് തന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടുകൂടി അതൊരു വലിയൊരവസ്ഥയിലേക്ക് നീക്കാൻ ഇപ്പൊ നമ്മളുടെ 8 സ്കൂളുകളിൽ 2 സ്കൂളുകൾക്ക് CBSE അഫിലിയേഷൻ ഉണ്ട്. ഉം. 4 സ്കൂളുകൾക്ക് CBSE അഫിലിയേഷന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകളുടെ NOC. പ്രോസസ്സ് NOC പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയിൽ അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ ഡൽഹിയാണ്. ഉം. ഡൽഹിയിൽ അത് സംഭവിക്കുകയാണ് ഇൻഷാല്ല വലിയ മാറ്റങ്ങൾക്ക് പിന്നെ തീർച്ചയായും. കാരണം ഇൻഷാല്ല. അപ്പോൾ ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മൾ ക്യാമ്പസുകൾ നടത്തുന്നത്. മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഫൗണ്ടേഷൻ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് സ്കൂൾ എംപവർമെന്റ് എന്ന് പറയുന്നതാണ്. അതായത് ഇതല്ലാതെ വിവിധ ആളുകൾ നടത്തുന്ന സ്കൂളുകളെ എംപവർ ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ ഒരുപാട് ഏകദേശം 100ഓളം പിന്നെ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലേ? അതെ, നമ്മൾ ഏതാണ്ട് 80-ലധികം സ്കൂളുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പൂർണ്ണമായ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്ത കൊടുത്തതുണ്ട്. സ്ഥാപനങ്ങൾ കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ ഭാഗികമായിട്ട് സപ്പോർട്ട് ചെയ്ത സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സാജിദ് സെക്രട്ടറിയായി വന്നതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു ടേണാണെന്ന്. അതായത് ഈ സ്ഥാപനങ്ങളോട് അനുബന്ധമായി നിൽക്കുന്ന മറ്റു സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളുടെ അതിൻ്റെ സോഫ്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രം ഹാർഡ്വെയർ ടു സോഫ്റ്റ്വെയർ എന്നുള്ള ഒരു നെറേറ്റീവിലാണ് നെറേറ്റീവിൽ അത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മാനേജ്മെൻറ്റിന് ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, അവർക്കുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് മാറുന്നു. അതിലേക്ക് മാറാൻ മറ്റു കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ ശ്രദ്ധകൾ പൂർണ്ണമായിട്ടും നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കൊടുക്കുകയും മറ്റേ ഈ നമ്മൾ നേരത്തെ ഇൻഫ്രാസ്ട്രക്ചർ സഹായിച്ച സ്ഥാപനങ്ങളെ വിട്ടുകളയുകയും ചെയ്യുക എന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അവരെ അതിൻ്റെ ഒരു സോഫ്റ്റ് ഡെവലപ്മെന്റ് നമ്മൾ തന്നെ ഓൺ ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, നമുക്ക് കുറേ സ്ഥാപനങ്ങളെ പിന്നെ ചെയ്യാൻ കഴിയുന്നു. നമ്മൾ സോഫ്റ്റ് ഏരിയയിൽ പിന്നെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് സേവനം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മളുടെ ഒരു റൗണ്ടെങ്കിലും മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങും ടീച്ചർ ട്രെയിനിങ്ങും നടന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പുള്ള ഒരു അനുഭവം പറഞ്ഞാൽ, കൽക്കത്തയിൽ നമ്മൾ 20 സ്കൂളുകളുടെ ഒരു മാനേജ്മെൻറ്റ് ട്രെയിനിങ് പരിപാടി നടത്തി. അപ്പോൾ അവരോടൊക്കെ നമ്മളൊരു ചെറിയ പൈസ, വളരെ നോമിനൽ ആയിട്ടുള്ളൊരു പൈസ ഒരു സ്കൂളിൽ നിന്ന് 3 ആൾ പങ്കെടുത്താൽ തരണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് അതിലൊരു മടിയും അങ്ങനെയൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ഒരു മടിയൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് വൈകുന്നേരം പരിപാടി കഴിഞ്ഞിട്ട് റിവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞു, ഇത് തുടരണം എന്ന് മാത്രമല്ല, ഇതിൽ ഇനി എത്രയാണ് നിങ്ങൾക്ക് പൈസ വേണ്ടത് അത് ഞങ്ങൾ തരും എന്ന രീതിയിൽ അവിടെ നിന്ന് ആളുകൾ പറയാണ്. വെച്ചാൽ അവർക്ക് ആ ഒരു പിന്നെ വലിയ വെളിച്ചുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഇത്തരം പരിപാടികളിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കൈമാറുകയും ശരിക്കും ഒരു സ്കൂളിൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് നടക്കുകയും അതിൽ അവർ ചെറിയ ചില ചേഞ്ചുകൾ വരുത്തുകയും ചെയ്താൽ തന്നെ പിന്നെ വലിയൊരു മാറ്റത്തിനാണ് അതിന് കാരണമാകുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു തീർച്ചയായും നമ്മൾ CTAG സെൻറ്റർ ഫോർ ട്രെയിനിങ് ആൻഡ് ഗൈഡൻസ് അക്കാഡമിക് ഗൈഡൻസ് ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, കേരളത്തിൽ സിജി നടത്തിയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ആ മാറ്റം വളരെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു മാറ്റമാണ്. ഈ മാറ്റത്തിന് സമാനമായ മാറ്റം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാകണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബ് എന്നുള്ള നിലക്കാണ് നമ്മൾ CTAG. അപ്പോൾ ആദ്യകാലത്ത് കുറച്ച് മന്ദീഭാവത്തിലാണ് അത് നീങ്ങിയതെങ്കിലും എനിക്ക് തോന്നുന്നത് അതിപ്പോൾ കുറച്ച് സജീവമായി വരുന്നുണ്ട്. മാത്രമല്ല ധാരാളം ആളുകൾക്ക് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വിശദാംശം പറഞ്ഞാൽ. CTAG ഇപ്പോൾ പിന്നെ CTAG 2 മേഖലകളിലാണല്ലോ കാര്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് കരിയർ ഗൈഡൻസ് എന്നുള്ള ഒന്നാണ്. അപ്പോൾ വ്യാപകമായിട്ട് കരിയർ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ശരിക്ക് കേരളത്തിലെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ആലോചിച്ച ഒരു പക്ഷേ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയൂല പിന്നെ ഇത്ര അളവിൽ കരിയർ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. കാരണം ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമ്മൾക്ക് ധാരാളം ഇൻഫർമേഷൻ ഉണ്ട്. ഒരുപക്ഷെ ഇൻഫർമേഷൻ ഓവർഫ്ലോ കൊണ്ടുള്ള കുഴപ്പമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഉത്തരേന്ത്യയിൽ പോയാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇപ്പോഴും വളരെ വളരെ പ്രശ്നമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മളതിൽ ചെയ്യുന്നത് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ പരമാവധി സ്കൂളുകളിൽ ഈ ഒരു സെക്കൻഡ് സെഷനിൽ, അതായത് അക്കാഡമിക് ഇയറിൻ്റെ ഒരു സെക്കൻഡ് സെഷൻ ആകുമ്പോൾ സ്കൂളുകളോട് അനുവാദം ചോദിച്ചിട്ട് അവർക്ക് വളരെ സന്തോഷം ഉണ്ടാവുക, നമ്മൾ ട്രെയിനേഴ്സിനെ പറഞ്ഞേക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നപ്പോൾ കഴിഞ്ഞ മാസം ഡൽഹിയിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ വിദ്യാഭ്യാസ വകുപ്പും നമ്മളെ CTAG ചേർന്നുകൊണ്ട് ഒരു 3 ദിവസത്തെ ട്രെയിനിങ് നടത്തി. അത് മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് ആണ്. അപ്പോൾ അത് 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരിനി എന്ത് ചെയ്യും, അവരുടെ സംസ്ഥാനങ്ങളിൽ ഈ പണി ചെയ്യും. അവരതിന് പുറമെ അവരുടെ സംസ്ഥാനങ്ങളിൽ ടീമിനെ രൂപീകരിക്കും.
എന്നിട്ട് സംസ്ഥാന ലെവലിൽ പരിപാടി നടത്തിയിട്ട് ഈ ആളുകളാണ് പോകുന്നത്. നമ്മൾ മേലെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇതിനൊരു പിന്നെ മോണിറ്ററിംഗ് ഉണ്ടാവും, ഇതിനൊരു സൂപ്പർവിഷൻ ഉണ്ടാവും, ഇതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ വ്യാപകമായിട്ട് സ്കൂളുകളിൽ പിന്നെ കരിയർ ഗൈഡൻസ് നടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തത് മത്സര പരീക്ഷകൾക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ CUET വന്നതിന് ശേഷം CUET പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനുള്ള പിന്നെ അതിന് വേണ്ട കോച്ചിങ്ങുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലും സീറ്റാഗ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കോളർഷിപ്പ് ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആളുകൾക്ക് സ്കോളർഷിപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് പരിമിതമായ അളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ധാരാളം വിവിധ ഏജൻസികൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പിന്നെ ഗൈഡൻസ് കൊടുക്കുക, അതുപോലെ റിസർച്ച് വർക്കിനുള്ള മെൻറ്റർഷിപ്പ് കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു ഏരിയ. രണ്ടാമത്തെ ഒരു ഏരിയയിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലെ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്കുള്ള കോച്ചിങ്ങാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പിന്നെ വളരെ നല്ലൊരു അനുഭവമാണ്. കഴിഞ്ഞ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒന്നാണ്. കൽക്കത്ത കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ഇപ്പോൾ ഈ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 10-20ഓളം പിന്നെ ആളുകൾ വിവിധ സർവീസുകളിൽ, ചിലത് PSC ആയിരിക്കും, ചിലത് സിവിൽ സർവീസ് ആയിരിക്കും, പോലീസിൽ, അങ്ങനെ പല തരത്തിൽ പല ഗ്രേഡുകളിലെ ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. അത് പക്ഷേ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. അതിനൊരു പശ്ചാത്തലവും കൂടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ആലോചന നമുക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് 1-2 സ്റ്റെപ്പ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അത് വളരെ പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല അതിന് സമാനമായിട്ട് പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ജാമിയ മില്ലയുടെ നല്ല നല്ല സെന്റർ സെന്റർ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹംദർദ് നടത്തുന്നുണ്ട്. പിന്നെ സഫർ മഹ്മൂദ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സക്കാത്ത് ഫൗണ്ടേഷൻ അവർ ഈ പരിപാടി നടത്തുന്നുണ്ട്. അവരൊക്കെ വർഷങ്ങളായിട്ട് ആരംഭിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ ഔട്ട്പുട്ട് കുറവാണ്. അപ്പോൾ നമ്മളോട് പറയായിരുന്നു ചില ആളുകൾ, നിങ്ങൾ ഇത് വിടൂ, നിങ്ങൾ സ്റ്റേറ്റ് സർവീസിലേക്ക് പോകൂ എന്ന് പറയാം. ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നമുക്ക് റിട്ടയർഡ് സിവിൽ സർവീസ് ഓഫീസർമാരുണ്ടല്ലോ. നമ്മുടെ ചെയർമാൻ ഇപ്പോൾ സിറാജ് ഹുസൈൻ സാഹിബ് റിട്ടയർഡ് IAS ആണ്. മുൻ ചെയർമാൻ പിന്നെ മൻസൂർ സാഹിബ് റിട്ടയർഡ് IPS ആണ്. അതുപോലെ ഇപ്പോൾ മറ്റൊരു ട്രസ്റ്റി അൻവാറുൽ ഹുദ സാഹിബ് റിട്ടയർഡ് IPS ആണ്. അപ്പോൾ ഇവരുടെ കൂടി ഒരു അഭിപ്രായം അതിലുണ്ടായിട്ടുണ്ട്. അല്ലേ, നിങ്ങൾ ഇതിലല്ല ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്റ്റേറ്റിലേക്ക് പോകും, ഒരു മോഡൽ എന്നുള്ള നിലക്ക് നിങ്ങൾ വെസ്റ്റ് ബംഗാൾ എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വെസ്റ്റ് ബംഗാളിൽ നമ്മുടെ മോഡൽ വളരെ വിജയകരമായിട്ടാണ് അതിന്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ബീഹാറിൽ പട്നയിൽ ഹജ്ജ് ഹൗസിന്റെ കീഴിൽ പിന്നെ ഇതുപോലെ ചില പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ബീഹാർ കേന്ദ്രീകരിച്ച് മറ്റേതെങ്കിലും ഒരു സാധനത്തിന് ഇപ്പോൾ SSC CGL പോലുള്ള ഒരു സംവിധാനം ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള ഒരു ചർച്ചയും ഇങ്ങനെ പിന്നെ പലപ്പോഴും നമ്മളെ ആളുകൾക്കിടയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ആലോചിച്ച് തീർച്ചയായും നമ്മൾ ഈ മോഡലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോഡലുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ മോഡലുകൾ പിന്നെ രണ്ടാമത് ആവർത്തിക്കാനും അത് കൊണ്ടു നടക്കാനും സമൂഹത്തിൽ ആളുകൾ ഉണ്ടാവുന്നതാണ്. അത് വിഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടിയാണ്. വിഷൻ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ, വിഷൻ നടന്നു നീങ്ങിയ വഴികൾ, ഇന്ന് ആ വഴികളിൽ ധാരാളം ആളുകൾ ഒരുപാട് അതിൽ നമുക്ക് സന്തോഷം തന്നെയുള്ളൂ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ വഴിയിലൂടെ ധാരാളം ആളുകൾ വരുന്നുണ്ട്, അവരൊക്കെ അവരുടേതായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പല സംസ്ഥാനങ്ങളിലും അവരുടേതായ ഇനീഷ്യേറ്റീവുകൾ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രധാന പ്രവർത്തനം സ്കോളർഷിപ്പാണ്. നമുക്ക് UG സ്കോളർഷിപ്പ്, PG സ്കോളർഷിപ്പ്, അതുപോലെ സിദ്ദീഖ് സാഹിബിൻ്റെ പേരിലൊരു പ്രത്യേക സ്പെഷ്യൽ സ്കോളർഷിപ്പ് എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ഇപ്പോൾ ഇതിനകം 10,000-ത്തിലധികം കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് അവാർഡീസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു നല്ല അനുഭവമാണ് നേരത്തെ ആരിഫൽ സാഹിബ് സൂചിപ്പിച്ച് നമ്മൾ പിന്നെ യാദൃശ്ചികമായിട്ട് ജുബൈലിൽ നിന്ന് കണ്ട ഒരു ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ഇതുപോലെ ധാരാളം പിന്നെ സക്സസ് സ്റ്റോറികൾ. മാത്രമല്ല അവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകൾ നമ്മൾ സ്കോളർഷിപ്പ് നൽകുക മാത്രമല്ലോ ചെയ്യുന്നത്, അവരുമായിട്ട് നിരന്തരം ബന്ധം സ്ഥാപിക്കുന്നു, അവരെ മെന്ററിങ്ങിലുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. പലരും ഇപ്പോൾ നമ്മുടെ ഡോണർമാരാണ്. അതാണ്, പലരും നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ കഴിയാത്തവർ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നുണ്ട്. അവർ നമ്മളെ വളണ്ടിയർമാരായിട്ട് അസോസിയേറ്റുകളോ വെൽവിഷേഴ്സോ ഒക്കെ ആയിട്ട് മാറി. അത് വലിയ മാറ്റമാണ് നമുക്ക് കാണാൻ. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മൾ ചെയ്യുന്നത് ആരോഗ്യ സംരക്ഷണമാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പിന്നെ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ, 17 മെഡിക്കൽ സെൻ്ററുകൾ നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ ചെറിയ മെഡിക്കൽ സെൻ്ററുകൾ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ പിന്നെ 3 മൊബൈൽ മെഡിക്കൽ വാനുകൾ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള മേഖലകളിൽ പോകുന്നുണ്ട്. പിന്നെ ആംബുലൻസ് സർവീസുകൾ 2 സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ എല്ലാ മാസങ്ങളിലും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ എന്തെങ്കിലും പിന്നെ നല്ല
അടുത്ത് നിൽക്കുന്ന മനസ്സിൽ തങ്ങുന്ന അനുഭവങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ടോ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട? ആരോഗ്യ മേഖലയിൽ നമ്മൾ ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ആളുകളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കോവിഡ് കാലം. ഈ കോവിഡ് കാലത്ത് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റും ട്രസ്റ്റും രണ്ടും കൂടി സഹകരിച്ചുകൊണ്ട് വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റും വിഷന്റെ കീഴിലുള്ള മറ്റൊരു NGO. മറ്റൊരു NGO ആണ്. നമ്മൾ സഹകരിച്ചിട്ടാണ് ചെയ്തത്. സഹകരിച്ച് ചെയ്യാനുള്ള ചില സാധ്യതകൾ ആ സമയത്തുണ്ടായിരുന്നു. ഈ ട്രസ്റ്റിന്റെ കീഴിലാണ് ഡൽഹിയിലുള്ള അൽഷിഫ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ഈ അൽഷിഫ ഹോസ്പിറ്റലിൽ തന്നെ കോവിഡ് 50 ബെഡ് കോവിഡ് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. അതെ. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോൾ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും ഈ അധികം രോഗികൾ inflow വരും. വന്നിട്ട് നമ്മൾ വാതിലടച്ചിടേണ്ടി വന്നു. ഇവർക്ക് കൊടുക്കാനുള്ള ഓക്സിജൻ നമ്മുടെ കയ്യിലുണ്ടായില്ല. ആ കാലത്ത് ഡൽഹിയിലെ പല ഹോസ്പിറ്റലുകളും ആളുകൾ എടുക്കാതിരുന്നിരുന്നു. എടുക്കാതിരുന്ന് നമുക്കും എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ 50 ബെഡ് പിന്നീട് 50 ബെഡ് കോവിഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടായി. വേറെ ഉണ്ടാക്കി. ഈ 100 ബെഡുകൾ നമുക്ക് തികയാതെ വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇനി എടുത്തവർക്ക് നമുക്ക് കൊടുക്കേണ്ട ഓക്സിജനാണ്. ഓക്സിജൻ്റെ അവൈലബിലിറ്റി പ്രശ്നമുണ്ടായി. അങ്ങനെ നമ്മൾ ബോംബെയിൽ നിന്നാണ് ഓക്സിജൻ സിലിണ്ടർ വന്നത്. ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് ആളുകൾ അത് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഓക്സിജനല്ലേ മോഷ്ടിക്കണത് നമുക്ക്? അല്ല, ആളുകൾക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. പിന്നെ വീണ്ടും ഓർഡർ ചെയ്തു വന്നു. അങ്ങനെ നമ്മുടെ ഡയറക്ടറും നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടും ഒക്കെ ഓക്സിജൻ ഉണ്ടാക്കുന്ന പ്ലാന്റുകളുടെ മുമ്പാകെ രാത്രി കാലങ്ങളിൽ ക്യൂ നിന്നിട്ട് ഓക്സിജൻ പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ആളുകൾ കൊടുത്തത്. അതുപോലെ തന്നെ പിന്നെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ അയച്ചു. അതുപോലെ മെഡിസിനുകൾ അയച്ചു. മെഡിസിൻ ആളുകൾക്ക് കിട്ടാനുള്ള ഉത്തരേന്ത്യയിൽ വിപുലമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി. അത് ആ സമയത്ത് വളരെ കാര്യമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഡൽഹിയിലുണ്ട്. രണ്ടാം വേവ് വന്നപ്പോഴാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡൽഹിയിൽ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു വിഷമമായിരുന്നു. എന്നാലും നമ്മൾ അതിന് നല്ലൊരു സംഖ്യ ചെലവഴിക്കുകയും നല്ലൊരു ടീമിനെ രംഗത്തിറക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള ഒരു ചാരിതാർത്ഥ്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ മൊബൈൽ മെഡിക്കൽ വാനുകൾ പോകുന്നത് പിന്നെ വളരെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലാണ്. അതിൽ ഒന്ന് എടുത്തു പറയാവുന്ന ഒന്ന് രാജസ്ഥാനിലെ ബാട്ട്മേറിലാണ്. അത് ഈ പിന്നെ ബോർഡർ ഭാഗമാണ്. ബോർഡർ ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും ഒരു ട്രെയിൻ ഉണ്ട്. പിന്നെ നേരത്തെ ബോർഡർ ക്രോസ് ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയിരുന്ന ട്രെയിൻ സർവീസാണ്. ഇപ്പോൾ ഈ ബാട്ട്മേർ കഴിഞ്ഞിട്ട് ഒരു അറ്റത്തുള്ള മുനാബാവ് എന്ന് പറയുന്ന സ്റ്റേഷൻ, അതാണ് ഇന്ത്യയിലെ അവസാനത്തെ സ്റ്റേഷൻ. ആ പ്രദേശമാണ്. അപ്പോൾ അവിടെ പിന്നെ നമ്മളുടെ ഒരു വാന് ഓടുന്നുണ്ട്. ഈ വാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും പിന്നെ ഒരു ആരോഗ്യ പ്രവർത്തകനും അത്യാവശ്യം മെഡിസിനും സംവിധാനങ്ങളുമായിട്ട് വിവിധ ഗ്രാമങ്ങളിൽ പോയിട്ട് അനൗൺസ് ചെയ്തിട്ട് ആളുകളെ വിളിച്ചു വരുത്തി ആളുകൾ ക്യൂ നിന്ന് എന്തെങ്കിലുമൊക്കെ പിന്നെ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. കാരണം അവർക്ക് അവിടെ ഹോസ്പിറ്റലില്ല, അങ്ങനത്തെ ഒരു സംവിധാനങ്ങളില്ലാത്ത ഒരു സാധനമാണ്. അപ്പം അത്രയും ഇതിലുള്ള മേഖലയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ ആസ്റ്റർ ഗ്രൂപ്പൊക്കെയാണ് നമുക്ക് ആ വാനിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളോട് കൊളാബറേറ്റ് ചെയ്തത്. അപ്പോൾ ഡൽഹിയിൽ നമ്മുടെ അൽഷിഫ ഹോസ്പിറ്റലിനോട് ചേർന്ന് ഇതുപോലെ പദ്ധതി ഉണ്ട്. അതും സ്പോൺസർ ചെയ്തത് ആസ്റ്റർ. അപ്പോൾ അതിൻ്റെ ഒരു ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും, നമുക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ എപ്പോൾ ഒരു ഡോക്ടറെ കാണുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മൾ ഇവിടുത്തെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം പരിച്ചാൽ ഒരു പാരസെറ്റമോൾ കഴിക്കും, രണ്ടാമത്തെ ദിവസം കൂടി അത് കഴിക്കും, മൂന്നാമത്തെ ദിവസം നമ്മൾ അന്വേഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ കാണാൻ പറ്റുമെന്നാണ്. അപ്പം ഇങ്ങനെ ഒരു സമ്പ്രദായം ഈ ഗ്രാമങ്ങളിലൊന്നും ഇല്ല. അവിടെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ എത്തുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അന്ന് അത് വല്ലാത്തൊരു ഉപകാരം ചെയ്യുന്നൊരു സംഗതിയാണ്. അവിടെ 3 കൊല്ലം ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞതും കഴിയാത്തതുമായിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവർ തന്നെയാണ് പ്രസവം എടുക്കുന്നതും അവർ തന്നെയാണ് ഇഞ്ചക്ട് ചെയ്യുന്നതും അവർ തന്നെയാണ് സർജറി നടത്തുന്നതും. MBBS അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകളോ പഠിക്കുന്ന ആളുകളല്ല അവരെ ചികിത്സിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡോക്ടർ അവർക്ക് അവൈലബിൾ ആക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായി. ബാട്ട്മേറിൽ നമ്മളെ വണ്ടിയിലേക്ക് സ്ഥിരമായിട്ടോ അല്ലാതെയോ ഡോക്ടർമാരെ കിട്ടാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നമ്മൾ നടത്തി. ഞാൻ പേഴ്സണലി ഒരുപാട് ആളുകളെ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുകയും നമുക്ക് ആളെ കിട്ടുന്നില്ല. അങ്ങോട്ട് ആളുകൾ അതിന് വില്ലിങ് ആവുന്നില്ല. അത്തരം ഒരു സ്ഥലത്ത് പോയി നിൽക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആരോഗ്യ പ്രവർത്തകനാണ് പേരിനെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതിന് നമുക്ക് പ്രയാസമുണ്ട്. പക്ഷേ ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ ഭേദം എന്നുള്ള നിലക്ക് അത് ചെയ്യാം. ഇനി അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് അനാഥ സംരക്ഷണമാണ്. ഫൗണ്ടേഷൻ്റെ കീഴിലുള്ളത് അനാഥ സംരക്ഷണം. അതിൽ നമ്മൾ 2 മേഖലയാണ്. ഒന്ന്
അനാഥ സ്കോളർഷിപ്പ്, നമ്മുടെ ഓർഫൻ സ്കോളർഷിപ്പ്, റഫ്താർ സ്കോളർഷിപ്പ് എന്ന പേരിൽ നമ്മൾ ചെയ്യുന്ന സ്കോളർഷിപ്പ്, മറ്റൊന്ന് അനാഥാലയങ്ങൾ. ഏകദേശം ഒരു 7000-ഓളം കുട്ടികളുടെ സ്കോളർഷിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 12 അനാഥാലയങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇവോൾവിങ് എങ്ങനെയായിരുന്നു? ഇതിൽ ഉണ്ടായ എന്താ പറയുക, റിസൾട്ടുകളെ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റിഫ്ലക്ഷൻസ് എങ്ങനെയാണ് ആരിഫ് അലി സാഹിബ് കാണുന്നത്? അതായത് നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ പരന്നു കിടക്കുന്നതാണ് ഈ ഓർഫൻസ്. നമ്മുടെ ബെനിഫിഷ്യറീസ് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരന്നു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യകാലത്തൊക്കെ ഓർഫൻ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുക എന്ന ഒരു പരിപാടിയാണ് ഉണ്ടാവുക. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലായി ഇത് സ്കോളർഷിപ്പ് കൊടുത്തു വിട്ടാൽ മതിയാവുന്നതല്ല. നമുക്ക് എന്ത് വേണം? ഈ കുട്ടികളെ മെൻറ്റർ ചെയ്യണം. ഒരു മെൻറ്ററിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി 6 മാസത്തിലൊരിക്കലെങ്കിലും ഈ കുട്ടികളെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെ പരിചരിക്കുന്ന അവരുടെ ഉമ്മമാർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട് അവർക്ക്. അതോടുകൂടി ഈ കുട്ടികളൊക്കെ നമ്മുടെ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷനും വിഷനുമായിട്ട് വളരെയധികം ക്ലോസ് ആണ്. അവർക്ക് വിഷനെ മറക്കാൻ കഴിയില്ല. അപ്പോൾ അവർ ഏറ്റവും ചെറുപ്പത്തിൽ, ഇപ്പോൾ 19 വർഷമായല്ലോ, അപ്പോൾ ഒരു 16 വർഷം മുമ്പ് മുതലേ ഏറ്റെടുത്ത കുട്ടികൾ ഇപ്പോൾ റിസർച്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു വരികയാണ്. എന്നിട്ട് അവർ നമ്മുടെ ഡോണർമാരെ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ ഓർഫൻ സ്കോളർഷിപ്പ് സ്വീകരിച്ച് തുടങ്ങി. ഇപ്പോൾ ഡോക്ടർമാരായവർ, ഇപ്പോൾ PhD ചെയ്യുന്നവർ, ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചവർ, അങ്ങനത്തെ കുറേ ആളുകൾ നമുക്കുണ്ട്. അവരൊക്കെ ഇപ്പോൾ നമ്മളെ ഈ സഞ്ചാരത്തിനിടയിൽ അവരൊക്കെ വന്ന് പറയും നമ്മളോട്, പിന്നെ ഞാൻ സ്കോളർഷിപ്പ് വാങ്ങിയ ആളാണ്, ഞാൻ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ഓർഫൻ സ്കോളർഷിപ്പ് കഴിഞ്ഞ അല്ലെങ്കിൽ ഓർഫൻ കെയർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫൗണ്ടേഷൻ നമ്മുടെ ഓർഫനേജുകളും നടത്തുന്നുണ്ട്. 12 ഓർഫനേജുകളും നടത്തുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ നിന്ന് സാധാരണ കേരളത്തിലേക്ക് ഓർഫനുകൾ കൊണ്ടുവരുന്ന രീതിയായിരുന്നു. അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളായി. പിന്നെ അവസാനം നമ്മൾ തീരുമാനിക്കുകയാണ്, നമ്മൾ കുറച്ച് ഓർഫനേജുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരിട്ട് തന്നെ നമുക്ക് ചെയ്യാലോ. അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ് ഓർഫനേജ്. നമ്മൾ രാജസ്ഥാനിലെ സവായ് മാധോപൂരിൽ തുടങ്ങിയ ഒരു ഹോസ്റ്റലുണ്ട് ഓർഫൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി. വളരെ നന്നായിട്ട്, വളരെ എന്താ പറയുക, വളരെ നമുക്ക് കണ്ടാൽ വളരെ സന്തോഷം തരുന്ന രീതിയിൽ 10-30 കുട്ടികൾ, അവരെ എല്ലാ സംവിധാനങ്ങളോടും കൂടി, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വെൽ ടേക്കൺ കെയർ ആണ്. അവിടെ മെൻറ്റർമാരുണ്ട്. അവർ നിർബന്ധമായും കളിക്കണം, നിർബന്ധമായും ഉറങ്ങണം, അവരുടെ എല്ലാ ചിട്ടവട്ടങ്ങളുണ്ട്, നല്ല ഭക്ഷണം, പിന്നെ ട്യൂഷൻ, അങ്ങനെ ഉണ്ടല്ലോ. അവരുടെ ഉമ്മമാരൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന ഒരവസ്ഥയിൽ ഇതുപോലെ ധാരാളം ഹോസ്റ്റലുകൾ നമ്മൾ നടത്തുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും കേരളത്തിലൊക്കെ ഈ ഓർഫനേജ് എന്ന് പറയുന്ന സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. എന്ന് പറഞ്ഞാൽ ഒരു 15-20 കൊല്ലമായിട്ട് നിങ്ങൾ ഏത് ഓർഫനേജിൽ ചെന്ന് നോക്കുകയാണെങ്കിലും നമ്മുടെ അനാഥ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന പരിഗണന, അവർക്ക് കിട്ടുന്ന സ്നേഹം, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. ഇതിന് സമാനമായ സൗകര്യങ്ങൾ നമുക്ക് ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്കും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഈ ഓർഫനേജുകളിൽ വരാൻ താല്പര്യപ്പെടാത്ത വലിയൊരു വിഭാഗം കുട്ടികളെ നമ്മൾ ഈ സ്കോളർഷിപ്പിലൂടെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരവരുടെ അമ്മമാരെ കൂടെ തന്നെ താമസിക്കുകയാണ്. അവർക്കുള്ള പഠന ചെലവുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വഹിക്കുകയാണ്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന പണം വർഷത്തിൽ 2 തവണയായിട്ടാണ് കൊടുക്കുന്നത്. അത് കുട്ടിയുടെയും ഉമ്മയുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ സ്കൂളിലോ മറ്റോ കൊടുക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് കൊടുക്കുന്നതിന് പകരം ഇവർ സാധാരണ കുട്ടികളെ പോലെ ഇവരുടെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഹാൻഡ് ഹോൾഡിങ് രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു 3-4 കുട്ടികൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം ഈ സ്കോളർഷിപ്പ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു അനുഗ്രഹം കുടുംബത്തിനുള്ള ഒരു അനുഗ്രഹം തന്നെയായിരിക്കും. പിന്നെ നമ്മളുടെ അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ എക്കണോമിക് എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് കീഴിലുള്ളത്. ഇതിന്റെ കീഴിൽ നമ്മളൊരു 11 സ്ഥലങ്ങളിൽ ഇന്നൊവേഷൻ ആൻഡ് സ്കിൽ ട്രെയിനിങ് സെന്റർ അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ചെയ്യുന്നു. അതിൽ 1-2 സ്ഥലങ്ങളിൽ നഴ്സിംഗ് ആണ് പഠിപ്പിക്കുന്നത്, അസിസ്റ്റന്റ് നഴ്സിംഗ്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടർ കോഴ്സുകൾ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം ഇത് എന്താ പറയുക, ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്തു പറയാവുന്ന നല്ല റിസൾട്ടുകൾ, അനുഭവങ്ങൾ എന്താണ് ആരിഫ് അലി സാഹിബിന് ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഡൽഹിയിലൊക്കെ നമ്മൾ നടത്തുന്ന സെൻറ്ററുകളിൽ നിന്ന് പുറത്തിറങ്ങിയ കുട്ടികളെല്ലാവരും ഇപ്പോൾ എംപ്ലോയിഡ് ആണ്. ഈ ചെറിയ ചെറിയ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളിൽ നിന്ന് വരുന്ന ആളുകൾ, അവർക്കൊരു മിനിമം കപ്പാസിറ്റിയാണ് നമ്മൾ കൊടുക്കുക. പിന്നെ ആ അവരുടെ ഫീൽഡായി ഒരു തിരഞ്ഞെടുത്താൽ അവർ വളർന്നു വരികയാണ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രസക്തി എവിടെയെന്ന് വെച്ചാൽ, സാധാരണ ആളുകൾ പറയും ഒരു കമ്മ്യൂണിറ്റി എംപവർമെൻറ്റിന്, ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഏറ്റവും പ്രധാനമായത് വിദ്യാഭ്യാസമാണെന്ന് പറയും.
വലിയ ഡിബേറ്റ് ആയിട്ടുള്ള പോയിന്റാണ്. വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഇപ്പോൾ നമ്മൾ യു പിയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ പിന്നെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന 6 വയസ്സുകാരനെ 8 വയസ്സുകാരനെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവരും കൂടി അധ്വാനിച്ചാലേ കുടുംബം പുലരുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ കുട്ടി അധ്വാനിക്കാൻ പോകുന്നത്. രക്ഷിതാവിന് കുറച്ചൊരു നല്ല വരുമാനം കിട്ടിയാൽ ആ കുട്ടി അവിടെയല്ല വരിക, സ്കൂളിലേക്കാണ് പോകുന്നത്. അതുപോലെ നിങ്ങൾ ജാർഖണ്ഡിലെ പിന്നെ ഈ കൽക്കരിപ്പാടങ്ങളുണ്ട്. ആ കൽക്കരിപ്പാടങ്ങളിൽ നിങ്ങൾ പോയാൽ, ഖനികളിലേക്ക് പോയാൽ അവിടെ കാണാൻ കഴിയും 12 വയസ്സുള്ള കുട്ടികൾ, 13 വയസ്സുള്ള കുട്ടികളൊക്കെ അവർ ചെയ്യുന്നത് ഈ കൽക്കരി ശേഖരിക്കുന്ന പണിയിൽ ഏർപ്പെടുക. അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതിന് പുറമെയാണ് വിദ്യാഭ്യാസം നേടാൻ അവർക്ക് കഴിയുന്നില്ല, നിർത്തിയേടുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ആളുകൾക്ക് കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ സ്കിൽ ഡെവലപ്മെൻറ്റിന് വളരെ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. അതായത് ശരിക്ക് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ മാൻ പവറാണ്. ഈ മാൻ പവർ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു സമൂഹമാണല്ലോ നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞത്. ഈ ഇന്ത്യയിലെ യുവാക്കൾ തൊഴിലില്ലാതായി തീരുന്നത് കൊണ്ട് അവർ ഈ രാജ്യത്തിന് ഒരു ഭാരമായി തീരുകയാണ്. അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അവർ ചെറുതെങ്കിലും തങ്ങളുടേതായ ഒരു സംഭാവന രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ കൊടുക്കുന്നുവെങ്കിൽ വളരെ അഭിമാനത്തോടു കൂടി അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. ഈ പ്രവർത്തനങ്ങളൊക്കെ വലിയ അളവിൽ രാഷ്ട്രസേവനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും രാഷ്ട്രസേവനമാണ്. അതായത് ഏതൊരു കമ്മ്യൂണിറ്റിയും ഏതൊരു സമൂഹവും ഏതൊരു കുടുംബവും ഒരു രാജ്യത്ത് അഭിമാനപൂർണ്ണമായിട്ട് നിലനിൽക്കുന്നത് എപ്പോഴാണ്? ആ കുടുംബം രാജ്യത്തിൻ്റെ GDP-ക്ക് എന്ത് സംഭാവന കൊടുക്കുന്നു. അപ്പോൾ ഇത് എക്കണോമിക് എംപവർമെൻറ്റ് എന്നത് കമ്മ്യൂണിറ്റി എംപവർമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. എഡ്യൂക്കേഷൻ പോലും ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ 4 പ്രവർത്തനങ്ങൾക്ക് ശേഷം 5ാമത്തെ എന്നാൽ വളരെ ഡിഫറെൻ്റ് ആയതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളുടെ നാഗരിക് വികാസ് കേന്ദ്ര എന്ന് പറയുന്ന ഫൗണ്ടേഷൻ നടത്തുന്ന പദ്ധതി, ഗവൺമെൻറ് സ്കീം ഫെസിലിറ്റേഷൻ സെൻറ്റർ. നമുക്കിപ്പോൾ ഏകദേശം ഒരു 45 സെൻറ്ററുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരോട് ശരിക്കും വിശദീകരിച്ച് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 2016 കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആളുകളുടെ അടുത്തുനിന്ന് കളക്ഷൻ എടുത്തുകൊണ്ട് ഈ കളക്ഷൻ ആളുകൾക്ക് വിതരണം ചെയ്യുക അല്ലെങ്കിൽ അവരെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുക എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രോജക്റ്റ് മാത്രം നമുക്ക് പോരാ. അവൈലബിൾ റിസോഴ്സസ് ഉണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ധാരാളം സ്കീമുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമുകളുണ്ട്. ആ സ്കീമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഈ സ്കീമുകളിലേക്ക് എത്താൻ ജനങ്ങൾക്കും കഴിയുന്നില്ല. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു മാധ്യമ സ്ഥാപനം ആവശ്യമുണ്ട്, ഒരു ബ്രിഡ്ജിങ് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്ക്, ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ് സ്കീമുകളിലേക്ക് എത്താനുള്ള ഒരു വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് കാണാം. അപ്പോൾ 2026 പ്രോഗ്രാമിൻ്റെ ഫോക്കസിൽ ലിവറേജ് അവൈലബിൾ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ കേന്ദ്രീകരിച്ചാണ് ഈ നാഗരിക് വികാസ് കേന്ദ്ര എന്ന് പറയുന്ന ഒരു സാധനം വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ 45 സെൻറ്ററുകൾ മാത്രമാണ് നമുക്കുള്ളത്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നത്, നമുക്ക് ആയിരക്കണക്കിന് സെൻറ്ററുകൾ ഉണ്ടാവണം, ഒരു കാര്യമാണ്. ആയിരക്കണക്കിന് സെൻറ്ററുകൾ വേണം. നമ്മൾ അത് സ്കെയിലപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 45 സെൻറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് നമുക്കൊരു കൊല്ലം 45 കോടിയോ 50 കോടിയോ രൂപ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഗവൺമെന്റ് സ്കീമുകളിലൂടെ ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്ററിൽ നിന്ന് 1 കോടി 2 കോടി 4 കോടിയൊക്കെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ അപേക്ഷിക്കുന്നതാകട്ടെ അതിൻ്റെ എത്രയോ ഇരട്ടി കോടി രൂപയാണ്. അത് വലിയ ഒരു മേഖലയാണ്. എനിക്ക് തോന്നുന്നു ഓരോ മഹല്ല് കേന്ദ്രീകരിച്ചും ചെയ്യേണ്ടുന്ന ഒരു സാധനമാണ്. അത് ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ എല്ലാ ചെലവുകളും നമ്മൾ വഹിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് വളരെയധികം സ്കെയിലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ മോഡല് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യുകയും ആ മോഡൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്താൽ അവർ സ്വയം നടപ്പാക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് അവരുടെ ഫെസിലിറ്റേറ്റ്, ഇത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു സെൻറ്ററാണ്. അതിൽ വെച്ച് നമുക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഒരു അക്ഷയ കേന്ദ്രത്തിന്റെ ഫലം അവിടെ കിട്ടും. ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു, പാൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു, ആയുഷ്മാൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു, പാസ്പോർട്ട് എടുത്തു കൊടുക്കാൻ കഴിയുന്നു.
പിന്നെ സർട്ടിഫിക്കറ്റുകൾ, ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ എന്ന് സർട്ടിഫിക്കറ്റ്. പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സെന്റർ ഉണ്ടായാൽ ആ ഗ്രാമത്തിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് അവരെ രാജ്യത്തിന്റെ പൗരന്മാരും ഭാഗവാക്കുമാക്കാൻ പറ്റുന്ന ഒരു സെന്ററായിട്ട് വർത്തിക്കുന്നു എന്നുള്ള. ഈ SIR നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉം. അവിടെയുള്ള നമ്മളുടെ കേന്ദ്രങ്ങൾ, നാഗരിക വികാസ് കേന്ദ്രങ്ങൾ ആ സമയങ്ങളിൽ ഉം. ഓൾമോസ്റ്റ് 24/7 ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കാരണം അവിടുത്തെ ജനങ്ങൾ പിന്നെ ഇവിടെയാണ് വരുന്നത്, അവർക്കിത് നോക്കാനും പിന്നെ ഈ നമ്പർ നോക്കാനും ആള് മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചിരുന്നത്. അപ്പം ഇങ്ങനെ 5 മേഖലകളാണ് ഫൗണ്ടേഷൻ ഇപ്പോൾ കാര്യമായി പ്രവർത്തിക്കുന്നത്. ഇനി ഇതല്ലാതെ നമ്മളിപ്പോൾ സമയം കുറവ് കാരണം മറ്റ് NGOകളുടെ വിശദമായ പ്രവർത്തന മേഖലകളിലേക്ക് പോകുന്നില്ല. മറ്റ് NGOകൾ ചെയ്യുന്ന ഒരുപക്ഷെ നേരത്തെ ഫൗണ്ടേഷൻ ചെയ്തിരുന്ന ഇപ്പം മറ്റ് NGOകൾ ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങൾ വേറെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ആളുകളുടെ മുമ്പിലുള്ള ഒരു വലിയ പിന്നെ ഒരു ക്യൂരിയോസിറ്റി, ഉം. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിഷൻ്റെ കീഴിൽ ഫൗണ്ടേഷനും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ റിസോഴ്സ് നിങ്ങൾ കണ്ടെത്തുന്നത്? പിന്നെ ഇതിലെ ഒരു ട്രാൻസ്പെറൻസി എന്താണ്? ഇതിലെ ഒരു ലീഗൽ കംപ്ലയൻസസ് എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? റിസോഴ്സ് ഡെവലപ്മെന്റ് എന്താണ്? സ്വാഭാവികമായിട്ടും ഇതിനെന്തെങ്കിലും ഇന്നത്തെ വേറെ ഇന്ത്യയിൽ ഈ രഹസ്യങ്ങളുണ്ടോ? ചോദ്യം വളരെ പ്രസക്തമാണ്. അതെ. ആ ചോദ്യത്തിനെ നമ്മൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ 2-3 തരത്തിലുള്ള റിസോഴ്സ് ഉണ്ട്. ഒന്നാമത്തെ റിസോഴ്സ് നമ്മുടെ പിന്നെ തിങ്ക് ടാങ്ക് എന്ന് പറയുന്ന നമുക്ക് ഈ പരിപാടികളൊക്കെ ചോക്കൗട്ട് ചെയ്യുന്ന മനുഷ്യന്മാരും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ലീഡർഷിപ്പിൽ വ്യത്യസ്ത NGOകളുടെ ലീഡർഷിപ്പിൽ ഏതാണ്ട് ഉള്ള ആളുകളൊക്കെ തന്നെ പിന്നെ IAS, IPS ആ ലെവലിലുള്ള ആളുകളാണ്. സാമൂഹ്യ പ്രവർത്തനത്തിൽ വലിയ പേരെടുത്ത ആളുകളാണ്. ഈ ആളുകൾ കൂടിയിരുന്നു കൊണ്ട് ആലോചിച്ചുകൊണ്ടാണ് ഓരോ പദ്ധതിയും നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു ഭാഗത്ത് അതാണ്. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ഓഫീസ് സ്റ്റാഫാണ്. നമുക്ക് 10-40 ആളുകൾ ഓഫീസിനകത്ത് തന്നെ ജോലി ചെയ്യുന്ന, മുഴുവൻ സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരും നല്ല യുവാക്കളുമാണ്, നല്ല ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് രണ്ടാമത്തെ നമ്മുടെ ഒരു സ്ട്രെങ്ത്താണ്. മൂന്നാമത്തത് ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ ഇതിൻ്റെ ഡൊണേറ്റ് ചെയ്യുന്ന മേഖലയിലുണ്ട്, അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന മേഖലയിലുണ്ട്. രണ്ട് കൂട്ടരും ഇതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡൊണേഷൻ കളക്ട് ചെയ്യാനും അത് എത്തിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ആളുകൾ നമ്മുടെ ഡൊണേഷൻ വരുന്ന മേഖലകളിലുണ്ട്. അതുപോലെ പ്രവർത്തിക്കുന്ന മേഖലകൾ നമ്മൾ കൊടുക്കുന്ന സഹായങ്ങൾ വിശ്വസ്തമായിട്ട് എത്തിക്കാൻ ഉള്ള ആളുകൾ, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ആളുകളുണ്ട്. പിന്നെ സ്ഥാപനങ്ങളുടെയും സെൻറ്ററുകളുടെയും ഒക്കെ സ്റ്റാഫ് വേറെയാണ്. ഇതാണ് നമ്മുടെ മാൻ പവർ എന്ന് പറയുന്ന റിസോഴ്സസ്. പിന്നെ ഇതിൻ്റെ സാമ്പത്തികമായ സംഗതി എവിടെ എന്ന് ചോദിച്ചാൽ, സാമ്പത്തികമായ സംഗതി ഇപ്പോൾ ഉള്ള വരുമാനം എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് നിന്നുള്ള വരുമാനം തന്നെയാണ്. രാജ്യത്തിനകത്ത് നിന്നുള്ള വരുമാനമാണ്. രാജ്യത്തിന് പുറത്തുനിന്ന് വരുമാനമുണ്ട്, പക്ഷെ അത് രാജ്യനിവാസികളായിട്ടുള്ള ആളുകൾ അവരുടെ NRI അക്കൗണ്ടിൽ നിന്ന്, അവരുടെ ഇന്ത്യൻ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അയച്ചു തരുന്ന കാശാണ് ഇതിൻ്റെ ഒരു സംഗതി. ചുരുക്കി പറഞ്ഞാൽ ഇത് മൊത്തം പരിപാടികൾ ആശ്രയിക്കുന്നത് ഇന്ത്യക്കാരെയാണ് ആശ്രയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, വളരെ നന്ദിപൂർവ്വവും സന്തോഷപൂർവ്വവും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കേരളം. ഇപ്പോഴും അത് സിദ്ദീഖ് ഹസൻ സാഹിബ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റിൻ്റെ ഫലം ഇപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വൈകാരികമായിട്ടാണ് മലയാളികൾ ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവർ പലപ്പോഴും ചോദിക്കും, വിഷന് പുതിയ പരിപാടിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളും ഉണ്ട്. നമ്മൾ വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തും ഈ ഒരു താല്പര്യവും അവരുടെ വൈകാരികമായ ബന്ധവും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ അത് മാനേജ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്വഭാവമാണ്. നമ്മൾക്ക് 9 NGO ഉണ്ട്. ഈ 9 NGOയും രജിസ്ട്രേഡ് NGOs ആണ്. ആ രജിസ്ട്രേഡ് NGOസിൻ്റെ എല്ലാവിധ ലീഗാലിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള അതിൻ്റെ ആ മീറ്റിങ്ങുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു, അത് രജിസ്റ്റർ ചെയ്യേണ്ടടുത്ത് രജിസ്റ്റർ ചെയ്യുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്. അതിൻ്റെ ലീഗാലിറ്റീസ് നമ്മുടെ ഓൺ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ നടത്തുന്ന ഭൂമി, അത് കൈകാര്യം ചെയ്യുന്ന രീതി എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ സംഗതി ഇൻകം ടാക്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എല്ലാ NGOകൾക്കും 12A രജിസ്ട്രേഷൻ ഉണ്ട്. ഈ 12A രജിസ്ട്രേഷനും 80G രജിസ്ട്രേഷനും ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാന്നുള്ളതാണ്. നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളൊരു പറച്ചിലാണ്. ഇത് ടെസ്റ്റഡ് കൂടിയാണ്. അതായത് നമ്മുടെ അടുത്ത് അന്വേഷണം വരികയും നമ്മളതിനെ ഫലപ്രദമായിട്ട് മറികടക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തു. മറികടക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ തന്നെ ഇത് ലീഗലി ചെയ്തു വന്ന കാര്യമായതുകൊണ്ട്, ട്രാൻസ്പെറൻസി ഉള്ള കാര്യമായതുകൊണ്ട് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി ഏത് ഏജൻസിയുടെയും അന്വേഷണങ്ങളെ നമുക്ക് നേരിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ
നമ്മുടെ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ്റേതാണെങ്കിലും മറ്റു ട്രസ്റ്റുകളുടേതും സൊസൈറ്റികളുടേതുമാണെങ്കിലും അതെല്ലാം തന്നെ ഓരോ ഘട്ടത്തിനും പരിശോധനയ്ക്ക് വിധേയമായി ടെസ്റ്റ് ചെയ്ത് അംഗീകരിക്കപ്പെട്ട രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാര്യം കൈകാര്യം ചെയ്തത്. ഒരിക്കലും ഒരു ഏജൻസി നമ്മളോട് 8 വർഷത്തെ കണക്കുകൾ ചോദിച്ചു, അത് തന്നെ ബെനിഫിഷ്യറീസിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ചോദിച്ചു. ലക്ഷക്കണക്കിന് പേജുകളാണ് നമ്മൾ അവർക്ക് കൊടുത്തത്, ലക്ഷക്കണക്കിന് പേജുകൾ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു ഓർഫന് നിങ്ങളൊരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആധാർ കാർഡുണ്ട്, അയാളുടെ ഉമ്മയുടെ ആധാർ കാർഡുണ്ട്, അയാളുടെ പിന്നെ കൊടുത്ത ഓരോ ചെക്കിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ട്, കൊടുത്ത ഓരോ വർഷത്തിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്ത് സോഫ്റ്റായിട്ടും ഹാർഡ് സ്വഭാവത്തിലും സേഫാണ്. ഇത് നമ്മൾ കൊടുത്തു, അവരെന്നെ അത്ഭുതപ്പെട്ടു പോകുന്നു. ഇത്രയും ക്ലാരിറ്റിയോട് കൂടി ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് വളരെ സന്തോഷകരമായ ഒരു ട്രാൻസ്പെറൻസിയോട് കൂടിയുള്ള ഒരു രീതിയാണത്, ഒരു മാനേജ്മെൻറ്റ് രീതിയാണ്. മാത്രമല്ല ഈ 9 NGOകളെയും ഗവേൺ ചെയ്യുന്നതിന് ഒരു വിഷൻ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അതിനെയും നമ്മൾ ഒരു ലീഗൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരണമോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പിന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഈ റമദാൻ മാസത്തിൽ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതൊരു ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിനാണ്. അതിന് പേര് കൊടുത്തിരിക്കുന്നത് 1 lakh ബറക്ക എന്നാണ്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ടാഗ് ലൈന് 1 lakh ഡോണേഴ്സ് 1 month ഓഫ് ബറക്ക. മലയാളത്തിൽ പറഞ്ഞ 1 ലക്ഷം ദാതാക്കൾ അനുഗ്രഹീത മാസം. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ആളുകൾക്ക് ഇതിൽ സഹകരിക്കാൻ കഴിയുക, ആർക്കൊക്കെയാണ് സഹകരിക്കാൻ കഴിയുക, പിന്നെ അങ്ങനെ സഹകരിച്ചാൽ എന്തൊക്കെ പദ്ധതികളിലാണ് അവർ ഭാഗവാക്കുക, എന്താണ് അതിൽ പറയാൻ? അതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷൻ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുറേ സംസാരിച്ചത്, ഈ സംസാരിച്ച പലതും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവുകളായിരിക്കും. അവരുടെ മുന്നിൽ എത്തുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റമദാനായി കഴിഞ്ഞാൽ ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള ഇഫ്താർ കിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇതിനാണ് നമ്മൾ സീസണൽ പദ്ധതികൾ എന്ന് പറയുക. ഇത് അവരെത്തുന്നുണ്ട്, അവരതിൽ വലിയ തോതിൽ സംഭാവന, ഒരു പൊതു. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ആളുകൾക്ക് പങ്കാളികളാകാൻ കഴിയുന്നില്ല. പിന്നെ ഈ സംഗതിയൊക്കെ നമ്മൾ എങ്ങനെ കെട്ടിപ്പടുത്തു എന്ന് ചോദിച്ചാൽ, വലിയ ഡോണർമാരെ കണ്ടെത്തി അവരിൽ നിന്ന് സ്പോൺസർ ചെയ്യിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നേരത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ. പക്ഷേ ഈ 3000, 2000, 4000 ഒക്കെ കൊടുക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പിന്നെ വിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാനുള്ള ഒരു അവസരം കൊടുക്കണം എന്ന ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ 1 lakh ബറക്ക എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അയാളുടെ കീശയിൽ നിന്ന് ഈ റമദാൻ മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 2000 രൂപ, ഇനി 2000 രൂപ ഒരാളെടുത്തില്ല, 100 രൂപയാണ് അയാൾക്ക് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ 100 രൂപ അയാൾ കൊടുക്കുക. അയാൾ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിവിധ പദ്ധതികളുണ്ടല്ലോ, നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികളിലേക്കെല്ലാം തന്നെ ഇതിൻ്റെ ഒരു നിശ്ചിത ശതമാനം പോകും. അത് കൃത്യമായി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെ, ആ കൃത്യമായിട്ട് അത് പോകും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന കാശ് നമ്മൾ ആദ്യം കണക്ക് കൂട്ടുന്നു, എന്നിട്ട് ഇത്ര ശതമാനം ഇത്ര ശതമാനം ഇത്ര, അങ്ങനെ ഓരോ പദ്ധതിയിലും എല്ലാവർക്കും പങ്കാളികളാകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 1 ലക്ഷം ആളുകളിലേക്ക് എത്തണം. 1 ലക്ഷം ആളുകളിലേക്ക് എത്തണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിഷൻ്റെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ, സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടേതായ സംഭാവനകൾ നൽകണമെന്ന് മാത്രമല്ല, അവർ ഇതിൻ്റെ പ്രചാരകരായി മാറിയിട്ട് പ്രത്യേക സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് ധാരാളം ആളുകളെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ 2000 ആയിട്ടോ അതിലധികമായിട്ടോ അതിൽ കുറഞ്ഞ ആയിട്ടോ ഇതിലെല്ലാവരും പങ്കാളികളാകണം. അത് പങ്കാളികളാകുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളുടെ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള വികസനത്തിൽ, ആ വികസനത്തിൽ ഇവർ പങ്കാളികളായിത്തീരുന്നു എന്നുള്ളതാണ്. ഇതാണ്, അവർ അതിൽ പങ്കാളികളായിത്തീരുന്നു ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, ഈ ഒരു സംഭവത്തിലൂടെ ശരിക്ക് വിഷനുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഇരുമുഖ പദ്ധതിയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇതിലിപ്പോൾ നമ്മളൊരു 2000 രൂപ കൊടുത്താൽ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷന്റെ 12 പദ്ധതികളിലേക്കായിട്ടാണ് അതിനെ വിഭജിച്ചിട്ടുള്ളത്.
അതിൽ ഒരു പദ്ധതി അപ്പോൾ ക്യാമ്പസ് ഡെവലപ്മെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം വരുന്നൊരു കാര്യം. അതിലേക്ക് 15% മാറ്റി വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ 2000-ൽ നിന്ന് 300 രൂപ നമ്മളുടെ 8 ക്യാമ്പസുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാറ്റിവെക്കും. പിന്നെ 10% വീതം ഒരു 5-6 ഏരിയകളുണ്ട്. അതിൽ ആരോഗ്യം, സ്കൂൾ എംപവർമെൻറ്റ് ഉണ്ട്, CTAG, സെൻറ്റർ ഫോർ ട്രെയിനിങ് ആൻഡ് അക്കാഡമിക് ഗൈഡൻസ്, അതുപോലെ ഓർഫൻ സ്കോളർഷിപ്പ്, ഓർഫനേജസ്, ഇങ്ങനെ കുറേ മേഖലകൾ. ഈ മൊത്തത്തിൽ 12 നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മേഖല ഈ പ്രൊജക്റ്റുകളിൽ നിന്ന് 12 പ്രൊജക്റ്റുകൾ. അതിൽ ഓർഫനേജുകളുണ്ട്, ഓർഫൻ സ്കോളർഷിപ്പ് ഉണ്ട്, വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്, സ്കൂൾ എംപവർമെൻറ്റ്, സ്കൂൾ എൻറോൾമെൻറ്റ്, അതുപോലെ ക്യാമ്പസ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ എല്ലാ മേഖലകളിലും. അപ്പോൾ അരിഫൽ സാഹിബ് സൂചിപ്പിച്ച പോലെ തന്നെ 2000 രൂപ എങ്കിലും ഒരാൾ കൊടുത്താൽ, ഇനി അതിൽ 100 രൂപ കൊടുത്താലും ഇതേപോലെ 100-ൽ നിന്ന് 15, 10 എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ആ ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് തന്നെ എല്ലാ മേഖലകളിലും എല്ലാ പ്രൊജക്റ്റുകളിലും ഭാഗമാക്കാനുള്ള വലിയൊരു ഒരു സാധ്യത ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആളുകൾക്ക് നമ്മൾ ഒരു സാധ്യത തുറന്നു കൊടുക്കുകയാണ്. അതിലൂടെ എനിക്ക് തോന്നുന്നത് വലിയൊരു നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിയും. അതിൽ നമ്മുടെ എല്ലാ ആളുകളും സാധാരണക്കാരും പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. അതെ, എല്ലാ തരം, അതായത് ഏത് ലെവലിലുള്ള ആളുകൾക്കും വിഷന്റെ സഹകാരിയാവാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ ഈ പീരീഡിൽ സാധാരണ റമദാനായി വന്നാൽ കുറച്ച് ആളുകൾ എൻ്റെ കാശ് ഞാൻ തരാം, പക്ഷെ അത് ഓർഫൻ സ്കോളർഷിപ്പിന് മാത്രമേ ചിലവഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇന്ന പദ്ധതിക്കാണ് വേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകമായ പദ്ധതികൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് കമൻ്റ് എഴുതാൻ പറ്റുന്ന സ്ഥലത്ത് എൻ്റെ പരിപാടി, എൻ്റെ കാശ് ഇന്നതിനാണ് എന്ന് പറഞ്ഞാൽ ആ കാശ് അതിന് ഡോണറുടെ നിയത്ത് എന്താണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേക പദ്ധതികൾക്ക് പ്രത്യേക സ്കീമുകളിലേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. അതല്ല ജനറലായിട്ട് ആണ് തരുന്നതെങ്കിൽ ഈ 12-ലേക്ക് ഡിവൈഡ് ചെയ്തും ചെയ്യാം. തീർച്ചയായും ഇത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു പദ്ധതി വിജയിക്കുന്നതോടുകൂടി നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ 2026-ന് ശേഷം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയൊരു പ്രചോദനവും ഒരു മാർഗദർശനവുമായിരിക്കും ഈ ഒരു പദ്ധതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനമായിട്ട് നമ്മളുടെ അഭ്യുദയകാംക്ഷികൾ, നമ്മളുടെ സപ്പോർട്ടേഴ്സ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രേക്ഷകർ, അവരോട് അവസാനമായിട്ട് എന്ത് സന്ദേശമാണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, വിഷൻ ഇതുവരെ എത്തിയത് ഈ ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് എത്തിയത്. അത് വിഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് വളരെ അധ്വാനിച്ചിട്ടല്ല, ഇതിൻ്റെ മുന്നിലുള്ള ആളുകൾ അധ്വാനിച്ചിട്ടല്ല ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ അതിന് കാശ് വന്നത്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അതിനെ സഹായിച്ചു, അതിൻ്റെ പ്രചാരകരായി മാറി, അതിൻ്റെ അംബാസഡർമാരായി മാറി എന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. മാത്രമല്ല, ഇന്ത്യയിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന വലിയൊരു ജനവിഭാഗം ഉണ്ടെന്നും അവരെ സഹായിക്കാനുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത വളർത്തിയെടുത്തത് ശരിക്ക് വിഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയണത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഈ ഒരു പദ്ധതിയെ അകമഴിഞ്ഞ് സ്നേഹിക്കണം, ഇതിനെ സഹായിക്കണം. മാത്രമല്ല, ഇതിൻ്റെ പ്രചാരകരായി, ഇതിൻ്റെ അംബാസഡർമാരായി തങ്ങൾ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിൽ നിലകൊള്ളണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുൻകഴിഞ്ഞു പോയ ആളുകൾ, അവർക്ക് ചെയ്ത സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സഹായിക്കട്ടെ. ആരൊക്കെയാണോ ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ചത്, അവർക്കൊക്കെ പരലോകത്ത് വലിയ നന്മകൾ നേടിയെടുക്കാൻ, വലിയ പുണ്യമാർജിക്കാൻ, സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.